ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, കാരണവന്മാരെ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, അർഹമുർ-റാഹിമീനായ അല്ലാഹു പുണ്യമായ റമദാനു ശരീഫിൽ നോമ്പുകാരായി അല്ലാഹുവിന്റെ പള്ളിയിൽ വളരെ പുണ്യം നിറഞ്ഞ ഈ ഇൽമിന്റെ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയത് ഖബൂൽ ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു അറിവും അനുഭവവും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ അറിയുക, അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുക, പടച്ച റബ്ബിനെ അറിഞ്ഞുകൊണ്ട് വഴിപ്പെടുക സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ വഴിയാണ്. പരിശുദ്ധമായ ഈമാനിന്റെ അടിത്തറ തൗഹീദാണ്. തൗഹീദിന്റെ കലിമ പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദീനീ കാര്യങ്ങളുടെ ഏറ്റവും വലിയ അടിത്തറ എന്നത് ഈമാനാണ്. ഈമാൻ, ആ ഈമാനിന്റെ ശക്തിയും ആ ഈമാനിന്റെ വളർച്ചയും അതാണ് പരലോക വിജയത്തിന്റെ ദറജയുടെ ഉയർച്ചയുടെ മാനദണ്ഡം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സഹാബത്തിനോട് ചോദിച്ചു, അയ്യുൽ ഖൽഖി അഅജബു ഇലൈക്കും ഈമാന, അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഈമാൻ കൊണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു അവരുടെ പിതാമഹനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതകരമായ ഒരു ചോദ്യം, അയ്യുൽ ഖൽഖി അഅജബു ഇലൈക്കും ഈമാന, ഈമാൻ കൊണ്ട് അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും നിങ്ങൾക്ക് അത്ഭുതം തോന്നിയവർ ആരാണ്? ഖാലു, മുത്തുനബിയുടെ സഹാബത്ത് പറഞ്ഞു, അൽ മലായികത്തു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ കോടിക്കണക്കിന് മലക്കുകളാണ് നബിയെ. ഈമാനികമായി ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് കാരണം അവരുടെ ഈമാൻ, ആ ഈമാൻ കാരണം അവരുടെ അമൽ, മലായികത്തിനെ കുറിച്ച് അവരുടെ ഇബാദത്തും അവരുടെ അമലും അവരുടെ ഈമാനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഈമാൻ കൊണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയവർ കോടിക്കണക്കിന് മലക്കുകളാണ് നബിയെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമാ ലഹും ലാ യുഅ്മിനൂൻ വഹും ഇൻദ റബ്ബിഹിം ഫഅയ്യു അജബിൻ ഫീ ഈമാനിഹിം വമാ ലഹും ലാ യുഅ്മിനൂൻ. മലായികത്ത് എന്തുകൊണ്ട് ഈമാനുള്ളവർ അല്ലാതിരിക്കും? അവരുടെ ഈമാനിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? കാരണം വഹും ഇൻദ റബ്ബിഹിം, അവർ അവരുടെ റബ്ബിന്റെ അടുക്കലാണ്. മലായികത്ത് അല്ലാഹുവിന്റെ അടുപ്പവും സാമീപ്യവുമുള്ളവരാണ്. രാജാതിരാജനായ റബ്ബിനെ കുറിച്ചുള്ള അറിവും അനുഭവവും ഉള്ളവരാണ് കോടിക്കണക്കിന് മലക്കുകൾ. കാരണം അവർ മുഖറബൂൻ മുശാഹിദൂന അജായിബൽ മലകൂതി വഗറായിബൽ ജബറൂത്ത്, അല്ലാഹുവിനോട് അടുപ്പമുള്ളവരും പടച്ച റബ്ബിന്റെ മലക്കൂത്തിയായ ജബറൂത്തിയായ അതിന്റെ അത്ഭുതങ്ങളും രഹസ്യങ്ങളും അറിഞ്ഞവർ, മനസ്സിലാക്കിയവർ, അതിന് സാക്ഷികളായവർ. ആ മലായികത്ത് അവരുടെ ഈമാനിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? റബ്ബിന്റെ മുഖറബീങ്ങൾ, എല്ലാ അത്ഭുത ലോകങ്ങളും കണ്ടവർ, സ്വർഗവും നരകവും പടച്ച റബ്ബിന്റെ അസറാറുകളും അജായിബുകളും ജബറൂത്തും മലക്കൂത്തും അതിനൊക്കെ സാക്ഷികളായ മലായികത്ത് വലിയ ഈമാനുള്ളവരും അവർ വലിയ ആബിദീങ്ങളായാൽ എന്താണ് അതിന് അത്ഭുതപ്പെടാനുള്ളത് എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല, ഈമാൻ കൊണ്ട് ഏറ്റവും അത്ഭുതപ്പെടേണ്ട വിഭാഗം മലക്കുകളല്ല. അപ്പോൾ ഖാലു, സഹാബത്ത് പറഞ്ഞു, എന്നാൽ ഫന്നബിയൂൻ, നബിമാരാണ് എന്ന് പറഞ്ഞു, അമ്പിയാക്കൾ. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല വമാ ലഹും ലാ യുഅ്മിനൂൻ,
നബിമാര് ഈമാനുള്ളവരായിട്ടില്ലെങ്കിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? അവരുടെ ഈമാനിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? വൽ വഹയു യൻസിലു അലൈഹിം, അവരിലേക്കല്ലേ നേരിട്ട് വഹി ഇറങ്ങുന്നത്. മറ്റുള്ള പടപ്പുകൾക്ക്, സൃഷ്ടികൾക്ക്, മറ്റുള്ള മനുഷ്യർക്ക് ലഭിക്കാത്ത ഏറ്റവും വലിയ സത്യസാക്ഷ്യം വഹിയിന്റെ അനുഭവമുള്ളവർ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നവർ, ജിബ്രീലിനെ കണ്ടവർ, ജിബ്രീൽ സംസാരിച്ചവർ, പടച്ച റബ്ബിൽ നിന്ന് വഹിയിന്റെ അനുഭവം കിട്ടിയ, വഹിയിലൂടെ നേരിട്ട് ദീനിയായ കാര്യങ്ങൾ, പടച്ച റബ്ബിന്റെ നിയമങ്ങൾ കിട്ടിയ നബിമാര്, അമ്പിയാക്കൾ, അവർ മുഅ്മിനീങ്ങളായതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? വമാ ലഹും ലാ യുഅ്മിനൂൻ അയ്യു അജബിൻ ഫീ ഈമാനിഹിം, നബിമാരുടെ ഈമാനിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? മഹാനായ മുത്തുനബി ചോദിച്ചു. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, എന്നാൽ അല്ലാഹുവിന്റെ റസൂലെ, പിന്നെ ഈമാനിൽ അത്ഭുതപ്പെടേണ്ടവർ ഫനഹനു, അത് ഞങ്ങൾ തന്നെയാണ്. അതൊരു അഹങ്കാരം പറഞ്ഞതല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹാന്മാര് സ്വഹാബിമാരാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, എല്ലാ ഔലിയാക്കളെക്കാൾ, ഖുത്ബീങ്ങളെക്കാൾ, ഗൗസീങ്ങളെക്കാൾ, മറ്റുള്ള എല്ലാ പടപ്പുകളെക്കാൾ, ജിന്നുകളെക്കാൾ, മനുഷ്യരെക്കാൾ, മലായിക്കത്തും നബിമാരും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഉന്നതന്മാർ അത് മുത്തുനബിയുടെ സ്വഹാബത്താണെന്ന് അറിയുന്നത് കൊണ്ട് അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പിന്നെ ഈമാനിൽ അത്ഭുതപ്പെടേണ്ടവർ പിന്നെ ഞങ്ങൾ തന്നെയാണ്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമാലക്കും ലാ തുഅ്മിനൂൻ വഅന ബൈന അദ്ഹുരിക്കും, നിങ്ങൾ മുഅ്മിനീങ്ങളായതിൽ എന്താണ് അത്ഭുതം? കാരണം ഞാൻ നിങ്ങൾക്ക് മുന്നിലില്ലേ, എന്നെ കണ്ടവരല്ലേ നിങ്ങൾ. തുഷാഹിദൂന മുഅ്ജിസാത്തി, എന്റെ മുഅ്ജിസത്തുകൾ, ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ച പടച്ച റബ്ബ് എനിക്ക് തന്ന മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകൾ കണ്ടവരല്ലേ നിങ്ങൾ. വഅത്ലു അലൈക്കും ആയാതി, പടച്ച റബ്ബിന്റെ ആയത്തുകൾ ഞാൻ തന്നെ നേരിട്ട് നിങ്ങൾക്ക് ഓതിത്തന്നില്ലേ, പഠിപ്പിച്ചു തന്നില്ലേ. നിങ്ങളെ പഠിപ്പിച്ചത് ഞാനാണ്, നിങ്ങളുടെ ഈമാൻ വളർത്തിയത് ഞാനാണ്, എന്റെ മുഅ്ജിസത്തുകൾ നിങ്ങൾ കണ്ടതാണ്. എന്നെ കണ്ടവർ, എന്റെ തർബിയത്തിൽ കഴിയുന്നവർ, നിങ്ങൾ വലിയ മുഅ്മിനീങ്ങളായതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെയും തിരുത്തി. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്നാൽ മുത്തുനബിയെ, അയ്യുൽ ഖൽഖി അഅജബു ഇലൈക ഈമാനൻ യാ റസൂലല്ലാഹ്, ഈമാൻ കൊണ്ട് അങ്ങേ ഏറ്റവും അത്ഭുതപ്പെടുത്തിയവർ പിന്നെ ആരാണ് നബിയെ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അഅജബൽ ഖൽഖി ഇലയ്യ, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയവർ ഈമാനൻ, ഈമാൻ കൊണ്ട്, ലഖൗമുൻ, അവർ ഒരു വിഭാഗമാണ്, യകൂനൂന മിൻ ബഅദി, അവർ എനിക്ക് ശേഷം വരാനുള്ളവരാണ്. അവർ എന്നെ കണ്ടിട്ടില്ലാത്തവർ, അവർ മലായിക്കത്തിനെ കണ്ടിട്ടില്ലാത്തവർ, അവർ പടച്ച റബ്ബിന്റെ അസ്റാരിയായ രോഗങ്ങളെ അതിന് സാക്ഷികളല്ലാത്തവർ, ഒരൊറ്റ നബിയെയും അവർ കണ്ടിട്ടില്ല, ഒരു നബിയും അവർക്ക് നേരിട്ട് തർബിയത്ത് നൽകിയിട്ടില്ല, അവർ മലക്കുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, പടച്ച റബ്ബിന്റെ അത്ഭുത ലോകങ്ങൾക്ക് അവർ സാക്ഷികളല്ല, നബിമാരുടെ മുഅ്ജിസത്തുകൾ അവർ നേരിട്ട് കണ്ടവരല്ല, ഒരു നബിയെയും അവർ നേരിട്ട് കണ്ടവരല്ല. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം വരാനുള്ളവർ യജിദൂന സുഹുഫൻ ഫീഹാ കിതാബുൻ യുഅ്മിനൂന ബിമാ ഫീഹാ, പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ കലാം കൊണ്ട് വിശ്വസിച്ചവർ, പടച്ച റബ്ബ് കൊടുത്ത കിതാബ് അല്ലാഹുവിന്റെ കലാം, അതിൽ ഈമാൻ കൊണ്ടവർ, എന്റെ നിയമങ്ങൾ, എന്റെ ഹദീസുകൾ കിതാബുകളിലൂടെ പരിചയപ്പെട്ട് പിന്നീട് അതിൽ ഏറ്റവും ശക്തമായ ഈമാനുള്ള പിൻഗാമികളായ ആളുകൾ, അവരാണ് ഈമാൻ കൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയവർ എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ ഈമാൻ ഉള്ളവർ എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം സ്വഹാബത്തിനേക്കാൾ, നബിമാരെക്കാൾ, മലക്കുകളെക്കാൾ ഏറ്റവും കൂടുതൽ ഈമാനുള്ളവരാണ് പിൻഗാമികൾ എന്നല്ല. നമ്മളൊക്കെ ഉൾപ്പെടുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.
നബിമാരെക്കാൾ, മലായിക്കത്തിനേക്കാൾ, സഹാബത്തിനേക്കാൾ ഈമാനുള്ളവരല്ല. പക്ഷേ നമ്മുടെ ഈമാൻ അത്ഭുതകരമായ ഈമാനാണ്, അത്ഭുതപ്പെടുത്തേണ്ട ഈമാനാണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സാക്ഷികളായവരോ അല്ലെങ്കിൽ ബുദ്ധിപരമായി കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടോ അല്ല. പക്ഷെ ഇതൊരു അത്ഭുതകരമായ ഈമാനാ. മഹാനായ മുത്തുനബിയെ കണ്ടിട്ടില്ല, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം വിശ്വസിക്കുന്നു, മുത്തുനബിയെ ഇഷ്ക് വെക്കുന്നു, ഇഷ്ടപ്പെടുന്നു. രാജാതിരാജനായ റബ്ബിനെ കണ്ടിട്ടില്ല, അള്ളാഹു നമ്മോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല, മലായിക്കത്തിനെ കണ്ടിട്ടില്ല, അവർ സംസാരിച്ചിട്ടില്ല, സ്വർഗം കണ്ടില്ല, നരകം കണ്ടില്ല. പക്ഷേ അതിലൊക്കെ ശക്തമായ ഈമാനുള്ളവരാണ് നമ്മൾ മുഅ്മിനീങ്ങൾ. അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള ഒരു വിഭാഗം, രാജാതിരാജനായ റബ്ബ് അള്ളാഹുവിൽ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അള്ളാഹു രാജാതിരാജനായ റബ്ബ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യഅലമുല്ലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. രാജാതിരാജനായ റബ്ബിനെ ഞാൻ ഈ പറയുന്നത് ഈ ഒരു ഈമാനിന്റെ അടിത്തറയാണ്, ഈ ഒരു ഈമാനികമായ വശമാണ് നമുക്കുള്ളത്. എന്നിട്ടും നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം, ആ ഈമാൻ ശക്തിപ്പെടണം. എങ്ങനെയാണ് രാജാതിരാജനായ റബ്ബിനെ വിശ്വസിക്കേണ്ടത്, അള്ളാഹുവിനെ അറിയേണ്ടത്? അള്ളാഹുവിന്റെ രൂപം കാണുകയല്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് പടച്ച റബ്ബിനെ അറിയുകയല്ല. ഏത് അറിവിന്റെയും മാനദണ്ഡം പഞ്ചേന്ദ്രിയങ്ങളാണ്. ഒന്നുകിൽ കണ്ണുകൊണ്ട് കാണണം, അല്ലെങ്കിൽ കാതുകൊണ്ട് കേൾക്കണം, അല്ലെങ്കിൽ രുചിച്ചറിയണം, മണത്തറിയണം, അല്ലെങ്കിൽ സ്പർശനം കൊണ്ടറിയണം. അള്ളാഹുവിന്റെ മണമോ പടച്ച റബ്ബിന്റെ രുചിയോ അള്ളാഹുവിന്റെ ആ ആകാരത്തിന്റെ അതിന്റെ സ്പർശനം കൊണ്ട് തൊട്ടുകൊണ്ടോ അല്ലെങ്കിൽ പടച്ച റബ്ബിനെ കണ്ടുകൊണ്ടോ അള്ളാഹിനെ കേട്ടുകൊണ്ടോ പടച്ച റബ്ബിനെ വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് കഴിയുകയുമില്ല. പടച്ച റബ്ബിന്റെ ഹഖീഖത്ത് എങ്ങനെയാണ്, അള്ളാഹിന്റെ ദാത്ത് എങ്ങനെയാണ്, ലോകത്ത് ഈ കാലയളവ് വരെ ഉണ്ടായ എല്ലാ മതങ്ങൾ, ഒരുപാട് മതങ്ങൾ, ആയിരക്കണക്കിന് മതങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പല മതങ്ങൾ ഉണ്ടായി, ഇല്ലാതായി, പുതിയ മതങ്ങൾ ഉണ്ടായി. എല്ലാ മതങ്ങളിലെയും ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ അധിഷ്ഠിതമാണ്. ഒരു രൂപം സങ്കല്പിക്കാത്ത, എങ്ങനെയാണ് അള്ളാഹു അതിന് ഒരു രൂപം പറയാത്ത ഒരു മതം, ഒരു ദീൻ, അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമാണ്. എങ്ങനെയാണ് റബ്ബിനെ അറിയേണ്ടത്? അള്ളാഹുവിനെ അറിയാൻ പടച്ച റബ്ബിന്റെ സിഫാത്തുകൾ, പടച്ച റബ്ബിന്റെ ഗുണവിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ കഴിവുകൾ, പടച്ച റബ്ബിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്മുകൾ, അവന്റെ നാമങ്ങൾ, ആ നാമങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്ന പടച്ച റബ്ബിന്റെ കഴിവുകൾ, ഗുണവിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത്, പടച്ച റബ്ബിന്റെ ഖുദ്റത്തുകൾ, കഴിവുകൾ, ഇതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുക. അത്രയാണ് ദുനിയാവിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ കാണാനും നേർക്കുനേരെ അറിയാനും അത് പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് അവസരമുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാറാബി പറഞ്ഞു, സമാഉൻ മുദില്ല, നമ്മുടെ മുകളിൽ മേലാപ്പ് പോലെ തണലിട്ട് തന്ന മനോഹരമായ ആകാശം കാണുമ്പോൾ, വഅർദുൻ, വിശാലമായ ഭൂമി, വഅർദുൽ മുഖല്ല, ഈ ഭൂമി കാണുമ്പോൾ പർവ്വതങ്ങളും മലകളും, അത്ഭുതകരമായ ഈ ഭൂമിയിലെ സസ്യലതാദികളും, ഭൂമിയിലെ സൗകര്യം, വശംസുൻ തുശ്രിഖു ബിന്നഹാർ, പകൽ മനോഹരമായി വെളിച്ചം പരത്തുന്ന സൂര്യൻ, വഖമറുൻ യുനീറു ബില്ലൈൽ, രാത്രി ഒളിവ് പരത്തുന്ന, നിലാവ് പരത്തുന്ന ചന്ദ്രൻ, വനുജൂമുൻ തഹ്ദിൽ മുസാഫിറ ഫിദ്ദലാം, മനോഹരമായ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, യാത്രക്കാർക്ക് വഴി കാണിക്കുന്ന, ദിക്ക് കാണിക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും അതിലെ സകല സൃഷ്ടികളും. എന്നിട്ട് ആരാബി പറഞ്ഞു, വൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടാൽ മനസ്സിലാക്കാം ഒരൊട്ടകം ഈ വഴി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഒട്ടകം വന്നിട്ടുണ്ട് എന്ന്. വഅതറുൽ ഖദമി യദുല്ലു അലൽ മസീർ, ചവിട്ടടി കണ്ടാൽ, കാൽപാദം പതിഞ്ഞത് കണ്ടാൽ മനസ്സിലാക്കാം ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്ന്.
മണ്ണിലോ ചെളിയിലോ മനുഷ്യരുടെയോ അല്ലെങ്കിൽ നാൽക്കാലികളുടെയോ കാൽപാദം കണ്ടാൽ മനസ്സിലാക്കാം. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, ഒരു നാട്ടിൽ പുലി ഇറങ്ങി, എന്താ തെളിവ്? പുലിയുടെ കാൽപാദം കണ്ടു എന്നതാ തെളിവ്. പുലി ആരും കണ്ടിട്ടില്ല, പക്ഷേ കാല് പതിഞ്ഞ ആ അടയാളം അത് നായയുടെയോ അതല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടേതോ അല്ല, അത് പുലിയുടേതാണ് എന്ന് അതിന്റെ മൃഗ സംരക്ഷണ വകുപ്പ് അല്ലെങ്കിൽ ആ വിഭാഗം എന്ന് പരിശോധിച്ചവർക്ക് ബോധ്യപ്പെട്ടു. പുലിയെ പിടിക്കാൻ വേണ്ടി കൂട് സ്ഥാപിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുലി അതിൽ കുടുങ്ങി എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു. അപ്പോൾ കാൽപാദത്തിന്റെ ഒരടയാളം കണ്ടാൽ ഉറപ്പിക്കാം ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്ന്. ഏതെങ്കിലും മൃഗങ്ങളുടെ കാഷ്ടം കണ്ടാൽ, അല്ലെ, റോട്ടിലൂടെ ആനപ്പിണ്ടി കണ്ടാൽ മനസ്സിലാക്കാം ഇതുവഴി ഒരു ആന പോയിട്ടുണ്ട്, അത് ഉറപ്പാണ്. ചില അടയാളങ്ങൾ മറ്റൊന്നിന്റെ മേൽ അറിയിക്കും. അപ്പോൾ ഈ അത്ഭുതകരമായ അടയാളങ്ങൾ, സൂര്യന്റെ ഈ പ്രകാശം, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രന്റെ നിലാവ്, വിശാലമായ ആകാശം, ഭൂമി, പർവ്വതങ്ങൾ, മലമടക്കുകൾ, ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ആറാബി അലാ യദുല്ലു ദാലിക അലാ വുജൂദിൽ ഹകീമിൽ ഖബീർ. തന്ത്രജ്ഞനായ, എല്ലാ അത്ഭുതകരമായ ലോകങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരമുള്ള, എല്ലാ വിജ്ഞാനത്തിന്റെയും എല്ലാ ഹിക്മത്തിന്റെയും കേന്ദ്രമായ രാജാതിരാജനായ റബ്ബ്, ആ അല്ലാഹു ഉണ്ട്, പടച്ച റബ്ബ് ഉണ്ട്, അല്ലാഹു ഉണ്ട് എന്നതിന്റെ മേൽ ഇതൊക്കെ അറിയിക്കുന്നില്ലേ എന്നൊരു അറാബിയുടെ ചോദ്യമാണ്. ഈ കാണുന്ന അല്ലാഹു ഉണ്ട് എന്നറിയാൻ, പടച്ച റബ്ബിനെ അറിയാൻ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ആകാശങ്ങൾ, ഭൂമി, പടപ്പുകൾ, സൃഷ്ടികൾ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾ അല്ലാഹുവിനെ അറിയുന്നത് ഈ പടപ്പുകളെ അറിയുമ്പോഴാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, എല്ലാത്തിനും കഴിവുള്ളവനാണ് നീ. പടച്ചവനെ, എല്ലാത്തിനും കഴിവുള്ളവൻ നീയാണ് റബ്ബേ. നിന്റെ തീരുമാനമാണ് അല്ലാഹുവേ, നിന്റെ തീരുമാനമാണ് ലോകത്ത് നടക്കുന്നത്. ഏതൊരു കാര്യത്തിലും അല്ലാഹുവേ, നിന്നെ കൊണ്ടാണ്, നിന്റെ ശക്തി കൊണ്ടാണ് എല്ലാ ഖൈറും. പടച്ചവനെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് കൊടുക്കുന്നു, ശക്തി കൊടുക്കുന്നു, പ്രതാപം കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു. നീ ഉദ്ദേശിച്ചവരെ നീ തരം താഴ്ത്തുന്നു, അവരെ പരാജയപ്പെടുത്തുന്നു, നിന്ദിക്കുന്നു. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം മാറ്റുന്നു. അല്ലാഹുവേ, നീയാണ് മാലിക്കുൽ മുൽക്ക്. അല്ലാഹുവേ, നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. രാജാതിരാജനായ റബ്ബിനോട് പറയാൻ അല്ലാഹുവിന്റെ തന്നെ കൽപ്പനയാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ വയക്ഷിഫുസ് സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. പ്രയാസം അനുഭവിക്കുന്നവർ ദുആ ചെയ്താൽ, സങ്കടപ്പെടുന്നവർ, കുടുങ്ങിപ്പോയവർ, പ്രയാസത്തിൽ അകപ്പെട്ടു പോയവർ വിളിച്ചാൽ, ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നീക്കം ചെയ്യുന്നവൻ ആരാണ്? ഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹുണ്ട് എന്നാണോ പറയുന്നത്? ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ കുറവാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, രാജാതിരാജനായ റബ്ബിനെ അറിയാനുള്ള പ്രധാനപ്പെട്ട വഴികൾ, അല്ലാഹുവിനെ അറിയാനുള്ള പ്രധാനപ്പെട്ട വഴികൾ, 2 വഴികൾ. ഒന്ന്, അന്നദറു ഇലാ മഫ്ഊലാത്തി, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കലാണ്. 2, അത്തഫക്കുറു ഫീ ആയാതിഹി വ തദബ്ബുറുഹാ,
അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കലാണ്, ആലോചിക്കലാണ്. അല്ലേ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? ഖുർആനിലൂടെ, ഖുർആനിക വചനങ്ങളിലൂടെ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു തന്നെ ഖുർആനിലൂടെ ചോദിക്കുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദ്ദബ്ബറൂ ആയാതി. ഈ ഖുർആൻ മഹാനായ മുത്തുനബിയെ അങ്ങയിലേക്ക് ഇറക്കിയത്, അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ട ഈ ഖുർആൻ, ലിയദ്ദബ്ബറൂ ആയാതി, പടച്ച റബ്ബിന്റെ ആയത്തുകൾ അവർ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്, അള്ളാന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിൽ അള്ളാഹുവിനോടുള്ള ഒരു ദുആ, സൂറത്ത് ആലു ഇമ്രാനിലെ 26-ാമത്തെ ആയത്താണ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ എന്ന തുടങ്ങുന്ന ആയത്ത്. ആ ആയത്തൊരു ദുആയാണ്, അതോടൊപ്പം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ദുആക്ക് ഒരു കാര്യത്തിന് പടച്ചവനെ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അള്ളാഹുവെ ഇന്ന കാര്യം എനിക്ക് ആവശ്യമുണ്ട് അത് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അള്ളാഹുവെ നീ മാലിക്കുൽ മുൽക്കാണ്, നീയാണ് അധികാരം നീ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നത്. പടച്ചവനെ നീയാണ് അധികാരം ഊരിക്കളയുന്നത്, നീയാണ് ആളുകളെ ഉയർത്തുന്നത്, താഴ്ത്തുന്നത്, നീയാണ് സമ്പത്ത് കൊടുക്കുന്നത്, നീയാണ് ദരിദ്രന്മാരാക്കുന്നത്, നീയാണ് ആരോഗ്യം കൊടുക്കുന്നത്, നീയാണ് രോഗം കൊടുക്കുന്നത്. പടച്ചവനെ നീ എല്ലാത്തിനും കഴിവുള്ളവനാ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനാണ്. രാജാതിരാജനായ റബ്ബിന്റെ സനാ, അള്ളാഹുവിനെ പുകഴ്ത്തുക, പടച്ച റബ്ബിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുക, ആ ഗുണഗണങ്ങൾ അറിയുക, പടച്ച റബ്ബിന്റെ അസ്മാഉകൾ, നാമങ്ങൾ അറിയുക. അതിലൂടെ രാജാതിരാജനായ റബ്ബിനെ അറിയാനായി സാധിക്കും. യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജുൻ അബ്ശിർ ബിഖൈരിൻ ഫഇന്നൽ ഫാരിജ അല്ലാഹു അൽ യഅ്സു യഖ്തഉ അഹ്യാനൻ ബിസാഹിബിഹി ലാ തയഅസന്ന ഫഇന്നൽ കാഫിയ അല്ലാഹു അല്ലാഹു യുഹദിതു ബഅദൽ ഉസ്രി മൈസറതൻ ലാ തജ്സഅന്ന ഫഇന്നൽ ഫാരിജ അല്ലാഹു إذا بليت فثق بالله وارض به إن الذي يكشف البلوى هو الله والله ما لك غير الله من أحد فحسبك الله في كل لك الله لا حول ولا قوة إلا بالله العلي العظيم. എല്ലാം അല്ലാഹനെ കൊണ്ടാണ്, എല്ലാം റബ്ബിനെ കൊണ്ടാണ്. നമുക്ക് എന്തൊരാപത്ത് വന്നാലും, കഷ്ടപ്പാട് വന്നാലും, കടം വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, എന്ത് വലിയ ടെൻഷൻ വന്നാലും, എന്ത് വലിയ പരീക്ഷണം വന്നാലും, അതെല്ലാം റബ്ബാണ്, അല്ലാഹുവാണത് തന്നത്. യാ സാഹിബൽ ഹമ്മ, യാ സാഹിബൽ ഹമ്മ, വിഷമവും പിരിമുറുക്കവും ടെൻഷനുമുള്ള മനുഷ്യ, ഇന്നൽ ഹമ്മ മുൻഫരിജു, ആ ഹമ്മ പോകും, കാലാകാലം നിലനിൽക്കുന്നതല്ല. നിന്റെ ടെൻഷൻ, നിന്റെ വേദന, അത് എന്താണെങ്കിലും അത് നീങ്ങിപ്പോകുന്നതാണ്. അബ്ശിർ ബിഖൈരിൻ, നീ ഖൈർ കൊണ്ട് സന്തോഷിക്കണം. കാരണം ഫഇന്നൽ ഫാരിജ അല്ലാഹു, ആ ഹമ്മ, ആ വിഷമത്തെ, പ്രയാസത്തെ ഇല്ലാതാക്കി കളയുന്നവൻ അല്ലാഹുവാണ്. അൽ യഅ്സു യഖ്തഉ അഹ്യാനൻ ബിസാഹിബിഹി, നിരാശ ചിലപ്പോൾ ചില ആളുകളെ തകർക്കും. നിരാശ എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നിരാശ ബാധിച്ച ആശ മുറിഞ്ഞ് മനുഷ്യൻ തകർന്നു പോകും. പക്ഷേ മുഅ്മിനെ മനുഷ്യ, ലാ തയഅസന്ന, നീ ഒരിക്കലും നിരാശനായി പോകരുത്. ഫഇന്നൽ കാഫിയല്ലാഹു, നിനക്ക് അല്ലാഹു മതിയായവനാ. ഏതൊരു കാര്യത്തിലും പടച്ച റബ്ബ് മതിയായവനാ. അല്ലാഹു യുഹദിതു ബഅദൽ ഉസ്രി മൈസറതൻ ലാ തജ്സഅന്ന ഫഇന്നൽ ഫാരിജ അല്ലാഹു ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എന്ത് വലിയ പ്രയാസം വന്നാലും, എന്ത് വലിയ ടെൻഷൻ വന്നാലും നീ ആലോചിക്കണം, അത് കഴിഞ്ഞാൽ ഒരു എളുപ്പം വരാനുണ്ട്. പടച്ച റബ്ബ് എളുപ്പം തരും. അതുകൊണ്ട് നീ പൊറുതികേട് കാണിക്കണ്ട, നീ വെപ്രാളപ്പെടണ്ട.
അല്ലാഹുവാണ് ഒരു പ്രയാസത്തിന് ശേഷം എളുപ്പം നൽകുന്നവൻ. അല്ലാഹു യുഹദിതു ബഅദൽ ഉസ്രി മൈസറതൻ. അതുകൊണ്ട് ലാ തജ്സഅന്ന ഫഇന്നൽ ഫാരിജ അല്ലാഹു ഇദാ ബുലിത ഫസിഖ് ബില്ലാഹി വറല്ല ബിഹി. നിനക്കൊരു പരീക്ഷണം വന്നാൽ, സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണം വന്നാൽ, ഫസിഖ് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഉറപ്പുള്ളവനാവണം. നീ പടച്ചറബിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തണം. നീ അല്ലാഹുവിൽ പിടിമുറുക്കണം. നീ പടച്ചറബിലേക്ക് മടങ്ങണം. അല്ലാഹുവിൽ നീ അഭയം തേടണം. വറല്ല ബിഹി, ആ അല്ലാഹുവിൽ നീ തൃപ്തനാവണം. എന്ത് വലിയ പരീക്ഷണം നിനക്ക് വന്നാലും അല്ലാഹു തന്നെയാണ് പരീക്ഷിച്ചത്. എന്ത് വലിയ രോഗം വന്നാലും നീ അല്ലാഹുവിലേക്ക്, പടച്ചറബിലേക്ക് അഭയം, അല്ലാഹുവിൽ തൃപ്തിപ്പെടണം. പടച്ചവനെ രോഗം മാറ്റിത്തരണേ എന്ന് പറയണ്ട എന്നല്ല, പക്ഷെ അതിനേക്കാൾ അൽഹംദുലില്ലാഹ് ഇത്രയല്ലേ എനിക്ക് തന്നുള്ളൂ. അതിൽ പടച്ചറബ് രോഗം തന്നാലും കടം വന്നാലും എന്ത് ആപത്ത് മുസീബത്ത് തകർച്ച വന്നാലും അത് അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ. അതിൽ നീ തൃപ്തിപ്പെടണം. ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാഹു അല്ലാഹു, ആ പരീക്ഷണത്തെ നീക്കി കളയുന്നവൻ അല്ലാഹുവാണ്. വല്ലാഹി മാലക ഗൈറുല്ലാഹി മിൻ അഹദിൻ, വല്ലാഹി അല്ലാഹുവാണേ സത്യം, നിനക്കില്ല. ഗൈറുല്ലാഹി മിൻ അഹദ്, അല്ലാഹു അല്ലാതെ ഒരാളും നിനക്കില്ല. ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു, ഏത് കാര്യത്തിലും നിനക്ക് അല്ലാഹു മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും പടച്ച റബ്ബ് ചില കാര്യങ്ങളിൽ വ്യാപൃതനാണ്. കുല്ല യൗമിൻ, എല്ലാ ദിവസവും എല്ലാ സമയവും. ഹുവ അല്ലാഹു ഫീ ശഅനിൻ, ഒരു കാര്യത്തിലാ. അല്ലാഹു, മഹാന്മാരെ ആ ആയത്തിനെ വ്യാഖ്യാനിച്ച് എന്താണ് പടച്ച റബ്ബിന്റെ ജോലി? അല്ലാഹു എപ്പോഴും എല്ലാ ദിവസവും ഏത് സമയവും പടച്ച റബ്ബ് അവന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുക. യഗ്ഫിറു ദംബൻ, അല്ലാഹു കോടിക്കണക്കിന് ആളുകൾക്ക് പാപം പൊറുക്കുന്നു. വയുഫരിജു കർബൻ, വിഷമങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കൊടുക്കുന്നു. വയർഫഉ ഖൗമൻ, ചില ആളുകളെ ഉയർത്തുന്നു. വയദഉ ആഖരിൻ, ചില ആളുകളെ താഴ്ത്തുന്നു. വയുഹീ മൈതൻ, മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നു. വയുമീതു ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കുന്നു. വയുജീബു ദാഇയൻ, ദുആ ചെയ്യുന്നവർക്ക് ഉത്തരം കൊടുക്കുന്നു. വയശ്ഫി സഖീമൻ, രോഗിക്ക് ശിഫ കൊടുക്കുന്നു. വയുഇസ്സു മൻ യശാ വയുദില്ലു മൻ യശാ വയുഗ്നി ഫഖീറാ, പട്ടിണിക്കാരനെ ദരിദ്രം വന്നവനെ അവൻ സമ്പന്നനാക്കുന്നു. വയുഅല്ലിമു ജാഹിലൻ, വിവരമില്ലാത്തവനെ ആലിമാക്കുന്നു, അവനെ ഇൽമു പഠിപ്പിക്കുന്നു. വയഹ്ദി ളാലൻ, വഴിപഴിച്ചു പോയവനെ ഹിദായത്തിലാക്കുന്നു. വയുർഷിദു ഹൈറാൻ, ബേജാറായി പോയവന് അവന് റുഷ്ദിന്റെ വഴി കൊടുക്കുന്നു. വയുഗീതു ലഹ്ഫാൻ, വിഷമിച്ചപ്പിനെ അവനെ സഹായിക്കുന്നു. വയുശ്ബിഉ ജാഇയൻ, വിശന്നവന്റെ വിശപ്പ് മാറ്റുന്നു. വയക്സു ആരിയൻ, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നു. വയുആഫി മുബ്തല, പരീക്ഷണം വന്നവനെ രക്ഷപ്പെടുത്തുന്നു, സുഖത്തിലാക്കുന്നു. വയഖ്ബലു തായിബ, തൗബ ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കുന്നു. വയുജ്സി മുഹ്സിന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന് പ്രതിഫലം കൊടുക്കുന്നു. വയൻസുറു മദ്ലൂമ, മദ്ലൂമിനെ പടച്ച റബ്ബ് സഹായിക്കുന്നു. അങ്ങനെ അങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ പടച്ച റബ്ബ് എല്ലാ സമയവും അല്ലാഹു വ്യാപൃതനാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, പടച്ച റബ്ബിന്റെ, അള്ളാന്റെ ജോലി, പടച്ച റബ്ബിന്റെ ഉത്തരവാദിത്വം, അത് ഒരു സെക്കൻഡ് മുറിയാതെ, ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, ഒരു തൂങ്ങി ഉറക്കമോ ഒരു അശ്രദ്ധയോ ഒരു ക്ഷീണമോ ഒന്നുമില്ലാതെ പടച്ച റബ്ബ് അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനിന്റെ സ്വഭാവം എന്താവണം? എല്ലാം ഇതൊക്കെ പടച്ച റബ്ബിന്റെ പണിയാണല്ലോ, അള്ളാഹുവിന്റെ ജോലിയാണല്ലോ, റബ്ബിന്റെ തീരുമാനമാണല്ലോ. ലക്കൽ ഹംദു തൗഅൻ ലക്കൽ ഹംദു ഫർളാ വസീഖൻ അമീഖൻ സമാഅൻ വഅർളാ ലക്കൽ ഹംദു സംതൻ ലക്കൽ ഹംദു ദിക്റാ ലക്കൽ ഹംദു ഖഫ്ഖൻ ഹസീസൻ വനബളാ
ഇലാഹി വജാഹി ഇലൈകത്തിജാഹി ഇദം മദീദൻ ലിതർദാ ഫർളാ ഫഅന്ത ഖിവാമി വഅന്ത ഇൻസിജാമി മഅൽ കൗനി വൽ അംറു ലൗലാക ഫൗളി. എങ്ങനെയാണെങ്കിലും അല്ലാഹുവേ ലക്കൽ ഹംദു തൗഅൻ ലക്കൽ ഹംദു ഫർളാ. പടച്ചവനെ വഴിപ്പെട്ടുകൊണ്ടാണെങ്കിലും നിനക്കാണ് സർവസ്തുതി, നിർബന്ധിച്ചുകൊണ്ടാണെങ്കിലും നിനക്കാണ് സർവസ്തുതി. വസീഖൻ അമീഖൻ സമാഅൻ വഅർളാ. ഭൂമിയിലും ആകാശത്തിലും ഏത് ആഴത്തിലും ഏത് വിശാലതയിലും ഏത് ഉയർച്ചയിലും ഏത് പരപ്പിലും എവിടെയും എല്ലാം നിനക്കാണ് സ്തുതി റബ്ബേ. എത്രയാണ് അള്ളാഹ്ക്ക് സ്തുതിക്കേണ്ടത്? സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദ്. ആകാശങ്ങൾ നിറയെ നിനക്ക് സ്തുതി, ഭൂമി നിറയെ നിനക്ക് സ്തുതി. പടച്ചവനെ നിനക്കാണ് ഹംദ്. പിന്നെയോ ഞങ്ങൾക്ക് അറിയുന്നതാണ് ഈ ആകാശവും. ആകാശം മുഴുവൻ അറിഞ്ഞിട്ടല്ല, ഭൂമി അറിഞ്ഞിട്ടല്ല. പക്ഷേ എന്നാലും അറിവിൽപ്പെട്ട ഈ ആകാശവും ഭൂമിയും പടച്ചവനെ പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ നിനക്കറിയുന്നത് നീ ഉദ്ദേശിച്ച എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ ലോകങ്ങളുണ്ടോ, എന്തൊക്കെ പടപ്പുകളുണ്ടോ അതൊക്കെ നിറയെ നിനക്കാണ് സർവസ്തുതി എന്ന് നിസ്കാരത്തിൽ പറയാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലക്കൽ ഹംദു സംതൻ, മിണ്ടാതിരിക്കുമ്പോഴും പടച്ചവനെ നിനക്കാണ് സ്തുതി. ലക്കൽ ഹംദു ദിക്റാ, സംസാരിക്കുമ്പോൾ പറയുമ്പോൾ അപ്പോഴും നിനക്കാണ് സ്തുതി. ഏത് ഘട്ടങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബേ ലക്കൽ ഹംദു ഖഫ്ഖൻ ഹസീതൻ വനബള ഇലാഹി വജാഹി ഇലൈകത്തിജാഹി വതീദം മദീദൻ ലിതർളാ ഫർളാ. പടച്ചവനെ അല്ലാഹുവേ നിന്നിലേക്കാണ് ഞാൻ മുന്നിടുന്നത് റബ്ബേ, നിന്നിലേക്കാണ് ഞാൻ മുന്നിട്ട് വരുന്നത്. പടച്ചവനെ നീ എഴുതാൻ വേണ്ടി റബ്ബേ നീ എന്നിൽ തൃപ്തിയുള്ളവനാവണേ അല്ലാ, നീ എന്നെ പൊരുത്തപ്പെടണേ റബ്ബേ. ഫഅന്ത ഖിവാമി വഅന്ത ഇൻസിജാമി മഅൽ കൗനി വൽ അംറു ലൗലാക ഫൗളി. പടച്ചവനെ എന്റെ എല്ലാം, എന്റെ ഈ ജീവിതം, എന്റെ ഈ നിലനിൽപ്പ്, എന്റെ ശക്തി, എന്റെ കഴിവ് എല്ലാം നിന്നെ കൊണ്ടാണ് റബ്ബേ. ഈ ലോകം മുഴുവനും നിലനിൽക്കുന്നത് നിന്റെ കൽപ്പന കൊണ്ടാണ്. നീ ഇല്ലെങ്കിൽ ഒന്നുമില്ല റബ്ബേ. അതുകൊണ്ട് സർവസ്തുതയും നിനക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുന്ന യഥാർത്ഥ ശാക്രിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാന്റെ പടപ്പുകളെ നോക്കണം. നിങ്ങൾ നോക്കേണ്ടത് മഖ്ലൂഖുകളിലേക്കാണ്, ഖാലിഖിലേക്കല്ല, പടച്ചവനിലേക്കല്ല. നിങ്ങൾ നോക്കേണ്ടത് പടപ്പുകളിലേക്കാണ്. പടപ്പുകളിലൂടെ നിങ്ങൾക്ക് പടച്ചവനെ അറിയാൻ കഴിയും. അതുകൊണ്ട് ചിന്തിക്കണം, ആലോചിക്കണം. ദീനുൽ ഇസ്ലാം, ദീനിന്റെ വിശാലമായ വിജ്ഞാനങ്ങൾ മുഴുവനും ചിന്തിപ്പിക്കാനുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു 114 സൂറത്തുകളിൽ 6000-ലധികം ആയത്തുകളിൽ പടച്ച റബ്ബ് ചിന്തിപ്പിക്കുകയാണ്. ദീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥമാണ് ഖുർആൻ നമ്മൾ പറയും. ആ ഖുർആൻ ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് എന്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ചൊന്നും വിശദമായി പറഞ്ഞില്ല? നിസ്കാരം 5 വഖത്താണെന്ന് ഖുർആനിൽ നസ്സായി കൃത്യമായി പറഞ്ഞിട്ടില്ല. ളുഹർ 4 റക്അത്താണ് പറഞ്ഞിട്ടില്ല. നോമ്പിന്റെ ഫർളുകൾ ഏതാ പറഞ്ഞിട്ടില്ല. ഹജ്ജിന്റെ മസലകൾ ഏതാ ഖുർആൻ പറഞ്ഞിട്ടില്ല. ജുമുഅയുടെ നിയമങ്ങൾ എന്താ അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലേ? ജുമുഅയെക്കുറിച്ച് ആകെ ഒരായത്താണ് ഖുർആനിലുള്ളത്. ഹജ്ജിനെ കുറിച്ച് ആകെ ചുരുങ്ങിയ ആയത്തുകളാണുള്ളത്. എന്നാൽ തന്നെ അതിന്റെ നിയമങ്ങൾ, ഹജ്ജിന്റെ മസ്അലകൾ, നിയമങ്ങൾ, നിസ്കാരത്തിന്റെ നിയമങ്ങൾ, മസ്അലകൾ, ശാഫിഈ മദ്ഹബിൽ തന്നെ 2.5 ലക്ഷം മസ്അലകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട തന്നെയല്ലേ? പക്ഷെ എന്തുകൊണ്ട് ഖുർആൻ അതൊന്നും പറഞ്ഞില്ല? ഖുർആൻ മസ്അലകളും ഹുക്കുമുകളും നിയമങ്ങളും പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറഞ്ഞത് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. തൗഹീദ്, അല്ലാഹനെ അറിയാം, ആഖിറം അറിയാം, നമ്മുടെ ഈമാൻ വർദ്ധിക്കുക, സ്വഭാവം നന്നാവുക. ഇതിനുള്ള ഇൽമുകളാണ് പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത്.
അതുകൊണ്ട് ഖുർആൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങൾ നോക്കണം, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പഠിക്കണം. അഫലാ യൻദുറൂൻ അഫലാ യഅലമൂൻ അഫലാ യതദബ്ബറൂൻ. നിങ്ങൾ ആലോചിക്ക്, ചിന്തിക്ക്, ആലോചിക്ക്. ഇതാണ് പരിശുദ്ധമായ ഖുർആനിന് പറയാനുള്ളത്. ഖുൽ ലിത്തബീബി തഖത്തഫതുഹു യദുർറദാ യാ ഷാഫിയൽ അംറാളി മൻ അർദാക. ഡോക്ടറോട് ചോദിക്ക്, ആരാ ഡോക്ടർ? ഷാഫിയുൽ അംറാ, രോഗികളൊക്കെ ശിഫയാക്കിയ ഡോക്ടർ, രോഗികൾക്കൊക്കെ ശിഫ കൊടുത്ത ഡോക്ടർ. ആ ഡോക്ടർ പെട്ടെന്ന് രോഗിയായി. ആ ഡോക്ടർ, നമ്മളൊക്കെ പലപ്പോഴും പത്രങ്ങളൊക്കെ വായിക്കാറുണ്ട് അല്ലേ? ചിന്തിക്കണം. കഴിഞ്ഞ മാസം ഒരു ലേഡി ഡോക്ടർ മരിച്ചത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചു. അല്ലേ? ചിന്തിക്കണം, ആലോചിക്കണം. ഒരു ചെറുപ്പക്കാരിയായ ഒരു ലേഡി ഡോക്ടർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാതെ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചു. കഴിഞ്ഞ കൊല്ലം രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കുക കസേരയിൽ നിന്ന് ഡോക്ടർ പെട്ടെന്ന് ഡോക്ടറെ കുഴഞ്ഞ കസേര കൊണ്ട് വീണു, അപ്പം മരിച്ചു. ഡോക്ടർക്ക് രോഗം വരുന്നു. നാശത്തിന്റെ ശക്തി പെട്ടെന്ന് തളർത്തി, പെട്ടെന്ന് വീഴ്ത്തി ഡോക്ടറെ. ഡോക്ടറോട് ചോദിക്കണം, യാ ഷാഫിയൽ അംറാൽ, എത്രയോ രോഗികൾക്ക് ശിഫ കൊടുത്ത ഡോക്ടറെ, മൻ അർദാക, ആരാണ് നിങ്ങളെ തളർത്തിയത്? ആരാണ് നിങ്ങളെ രോഗിയാക്കിയത്? ഖുല്ലിൽ മരീദി, രോഗിയോട് ചോദിക്കണം. ഖുല്ലിൽ മരീദി നജാ വഊഫിയ ബഅദമാ അജദത് ഫുനൂനു തിബ്ബി മൻ ആഫാക. രോഗിയോട് ചോദിക്ക, നീ രക്ഷപ്പെട്ടല്ലോ, നിന്റെ രോഗം മാറിയല്ലോ. സത്യത്തിൽ ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞതായിരുന്നില്ലേ? നിന്റെ രോഗത്തിന് ചികിത്സയില്ല, മരുന്നില്ല എന്നല്ലേ അവരൊക്കെ പറഞ്ഞിരുന്നത്? 6 മാസമല്ലേ നിനക്ക് അവധി പറഞ്ഞിരുന്നത്? മാരകമായ ക്യാൻസർ ബാധിച്ച്, മാരകമായ കിഡ്നി രോഗം ബാധിച്ച് 6 മാസം, 1 കൊല്ലം നിനക്ക് വലിയ വലിയ ഡോക്ടർമാരെ അവധി പറഞ്ഞു. ഇനി ലോകത്ത് ഒരു ചികിത്സയും നിനക്കില്ല എന്ന് പറഞ്ഞു. എല്ലാ ചികിത്സകരും അശക്തരായി കൈയൊഴിഞ്ഞ രോഗി രക്ഷപ്പെട്ടു. അവൻ പിന്നെയും ജീവിക്കുന്നു, വർഷങ്ങളായി അവൻ ജീവിക്കുന്നു. അവനോട് ചോദിക്കുമൻ ആഫാക, ആരാണ് നിനക്ക് ആഫിയത്ത് തന്നത്? ആരാ നിനക്ക് ആരോഗ്യം തന്നത്? ഡോക്ടറാണോ? മരുന്നാണോ? വസലിൽ അഅമ യംശി വസ്തസിഹാമിൻ ഇലസ്തിദാമിൻ മൻ യഖൂദു ഖുതാക. കണ്ണ് കാണാത്തവൻ, ജന്മനാ കണ്ണ് കാണാത്തവൻ, നല്ല തിരക്കുള്ള 6 വരിപ്പാതയിലൂടെ, വാഹനങ്ങൾക്കിടയിലൂടെ, ജനങ്ങൾക്കിടയിലൂടെ തപ്പും തടമില്ലാതെ കണ്ണ് കാണാത്തവൻ അങ്ങനെ നടന്നു പോകുന്നു. നീ അത്ഭുതപ്പെടുന്നത് കാണുമ്പോ നീ ചോദിക്ക്, മയ്യഖൂദു ഖുതാക, ആരാണ് നിന്നെ ഒരു തട്ടും തടവുമില്ലാതെ നടത്തിക്കൊണ്ടുപോകുന്നത്? വസലിസ്സഹീഹ മാ തലാ മിൻ ഇല്ലത്തിൻ മംബിൽ മനായ യാ സഹീഹു ദഹാക. നല്ല ആരോഗ്യമുള്ളവൻ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു. ഒരു രോഗമല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ആരോഗ്യമുള്ളവൻ മാ തലാ മിൻ ഇല്ലത്തിൻ, ഒരു രോഗവുമില്ലാതെ മരിച്ചു. ആരാണ്? മംബിൽ മനായ യാ സഹീഹു ദഹാക, ആരോഗ്യമുള്ളവനെ ആരാ നിന്നെ മരിപ്പിച്ചത്? വഇദാ തറസ്സുഅബാന യൻഫുസു സുമ്മഹു വസ്അൽഹു മൻദാ ബിസ്സുമൂമി ഹശാക. നല്ല മൂർഖം പാമ്പ്, ഉഗ്രവിഷമുള്ള പാമ്പ്, ആ വിഷമങ്ങനെ ഊതുമ്പോൾ ആ പാമ്പിനെ കണ്ടാൽ, വൈദാ തറസ്സുഅബാൻ, വിഷമുള്ള പാമ്പ്, വിഷം ചീറ്റുന്ന പാമ്പിനെ കണ്ടാൽ നീ ചോദിക്ക, ഫസ്അലു മൻദാ ബിസ്സുമൂമി ഹശാ, ആരാണ് നിനക്ക് ശക്തി തന്നത്? ആ വിഷം ഊതാൻ നിനക്ക് കഴിവ് തന്നത് ആരാണ്? നിനക്ക് വിഷം തന്നത്? വതഖൂലു യാ തുഅബാനു കൈഫ തഈശു ഔ തഹ്യാ വഹാദ സുമ്മു യംലഉ ഫാക. ആ പാമ്പിനോട്, പാമ്പേ, നീ കടുത്ത വിഷം, ഏറ്റവും ശക്തമായ വിഷമാണ് നിന്റെ വായയിൽ. മൂർഖം പാമ്പിന്റെ വായയിൽ അത്യുഗ്ര വിഷമുള്ള, കൊടും വിഷമുള്ള സർപ്പങ്ങളുടെ
ഞങ്ങളുടെ വായയിൽ ഈ വിഷം നിറച്ചിട്ട് എങ്ങനെയാ നീ ജീവിക്കുന്നത്? ആ വിഷത്തിന്റെ ഒരു തുള്ളി ഞങ്ങളുടെ ശരീരത്തിലേക്ക് വന്നാൽ, അത് ഞങ്ങളുടെ വായയിലായാൽ ഞങ്ങൾ ഉടനെ മരിച്ചു പോകും. ആ ശക്തമായ വിഷം ഒരു തുള്ളി കൊണ്ട് എത്രയോ മനുഷ്യർ മരിക്കാൻ കാരണമാകുന്ന ആ വിഷം വായയിൽ വെച്ചിട്ട് നീ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പാമ്പിനോട് നീ ചോദിക്ക്. തേനീച്ചയോട് നീ ചോദിക്ക്, എങ്ങനെ ഏറ്റവും രുചികരമായ മധുരമുള്ള മനോഹരമായ ആ തേൻതുള്ളികൾ തേനറകളിൽ നീ നിറച്ചത് എങ്ങനെയാണ് അത്ഭുതകരമായ ആ കൂട് കൂട്ടിയത്? ആ തേനറകളിൽ തേൻതുള്ളികൾ, പരിശുദ്ധമായ തേൻതുള്ളികൾ നിറച്ചത് എവിടെന്നാണ് നിനക്കത് കിട്ടിയത്? ആരാണ് നിനക്കതിന്റെ അത്ഭുതങ്ങൾ ഈ കൂട് കൂട്ടാൻ വളരെ കൃത്യമായ അളവ് തെറ്റാതെ ആ കൂട് കൂട്ടാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത്? وَإِذَا تَرَى الْجَانِينَ يَعِيشُ مَعْزُولًا بِلَا رَاعٍ وَمَرْعًى مَنِ الَّذِي يَرْعَاكَ. കൂരിരുട്ടുള്ള ഗർഭാശയത്തിലെ ഒരു ഗർഭസ്ഥ ശിശു, ഒരു കാറ്റ് കടക്കാത്ത, വെളിച്ചം കടക്കാത്ത, അവിടെ ഭക്ഷണം കഴിക്കാതെ, അവിടെ ഒന്നുമില്ലാതെ, എന്നാൽ ഒരു പൊന്നുമോനായി, ഒരു പൊന്നുമോളായി ഗർഭാശയത്തിൽ ഒരു കുഞ്ഞെ വളർന്നു വന്നു. ആരാണ് നിന്നെ വളർത്തിയത്? നിന്നെ വളർത്താനോ നിന്നെ മേക്കാനോ ആരെയാണ് പടച്ചറബ് നിശ്ചയിച്ചത്? ആരാ നിനക്ക് ഭക്ഷണം തന്നത്? ആരാ നിനക്ക് വായു തന്നത്? രാജാതിരാജനായ റബ്ബിന്റെ ഓരോ കുദറത്തുകൾ ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ, ആലോചിക്കാൻ. അങ്ങനെ ഓരോ പടപ്പുകൾ, ഈ ലോകത്തെ എല്ലാ അത്ഭുതങ്ങളും അത് നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിയണം. അങ്ങനെ അറിയാനാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചത്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നുണ്ട്, മഅരിഫത്തുല്ലാഹി നൗആനി, അള്ളാഹുവിനെ അറിയാ എന്ന് പറഞ്ഞ രണ്ട് തരത്തിലാണ്. അള്ളാഹിനെ അറിയൽ രണ്ട് തരത്തിലാണ്. അവൽ ഒന്നാമത്തത് മഅരിഫത്ത് ഇഖ്റാർ, അള്ളണ്ടെന്ന് ഉറപ്പിക്കുക, ഒരു ഉറപ്പ്, അള്ളണ്ട് എന്നൊരു ഉറപ്പായ അറിവ്. അള്ളുണ്ട്, അള്ളാഹ്ക്ക് ശക്തി ഉണ്ട്, പടച്ചവനാണ് നമ്മയൊക്കെ പടച്ചത്, സൃഷ്ടിച്ചത്, അള്ള തന്നെയാണ് നമുക്ക് റിസ്ക് നൽകുന്നത്. ഇതൊക്കെ ഈ ഒരു അറിവ്, അള്ളാഹു ഉണ്ട്, അള്ളാഹുവാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന ആ അറിവ് വഹിയല്ലത്തി ഇസ്തറക ഫീഹൻ നാസു അൽ ബർറു വൽ ഫാജിറു വൽ മുത്തി വൽ ആസി. ആ അറിവ് എല്ലാവർക്കും അറിയാം. കള്ളു കുടിക്കണവനും അറിയാം, വ്യഭിചരിക്കുന്നവനും അറിയാം, കക്കാൻ പോണവനും അറിയാം, എല്ലാ തമ്മാടിക്കും അറിയാം, എല്ലാ ഫാജിറിനും അറിയാം, എല്ലാ നല്ലവനും അറിയാം, അള്ളാഹ്ക്ക് നിസ്കരിക്കുന്നവനും അറിയാം, വഴിപ്പെടുന്നവനും. അള്ളണ്ട് എന്ന് ആർക്കും അറിയാത്തത്? അതിൽ വിശ്വാസമുണ്ട്. മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങളായ ആളുകളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അത് ഏത് തമ്മാടിത്തരം ചെയ്യുന്നവനും അള്ളണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവാണ് ഇതൊക്കെ ഭക്ഷണം തരുന്നത്, അള്ളാഹുവാണ് രോഗം തരുന്നത്. ഇതൊക്കെ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അതൊരറിവാണ്. അത് മഅരിഫത്തുൽ ഇഖ്റാർ. എന്നാൽ രണ്ടാമത്തെ അറിവ്, അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. ആ അറിവുണ്ടായാൽ മഅരിഫത്തുൻ തൂജിബുൽ ഹയാഅ മിൻഹു, ആ അറിവുണ്ടായാൽ അള്ളാഹുവിൽ അവന് ഹയാ ഉണ്ടാകും, ലജ്ജ ഉണ്ടാവും. പടച്ചറബിലുള്ള ലജ്ജ, ഹയാ. വൽ മഹബ്ബത്തുലഹു, അള്ളാഹുവിലുള്ള ഇഷ്ടമുണ്ടാവും, അള്ളാഹിനെ അങ്ങേയറ്റം ഇഷ്ടമുണ്ടാകും. വതഅല്ലുഖൽ ഖൽബി ബിഹി, ആ അള്ളാഹുവിനോട് ഖൽബിയായ അങ്ങേയറ്റത്തെ ബന്ധമുണ്ടാകും. വശൗഖ ഇലാ ലിഖാഇഹി, അള്ളാഹുവിനെ കാണണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടാകും. വഖശിയത, അള്ളാഹുവിലുള്ള അങ്ങേയറ്റത്തെ പേടിയുണ്ടാകും. വൽ ഇനാബത ഇലൈഹി, അള്ളാഹുവിലേക്ക് മടങ്ങണം, പടച്ചറബിലേക്ക് മടങ്ങണം എന്ന ബോധമുണ്ടാകും. വൽ ഫിറാറു മിനൽ ഖൽഖി ഇലൈഹി, പടപ്പുകളിൽ നിന്ന് അള്ളാഹുവിലേക്കാണ് അവന്റെ ഓട്ടം, അവന്റെ താല്പര്യം, അവന്റെ ആഗ്രഹം, അവന്റെ ചിന്ത, അവന്റെ ആലോചന. പടപ്പുകളിൽ നിന്ന് അള്ളാഹുവിലേക്കാണ്, രാജാതിരാജനായ റബ്ബിലേക്കാണ്. അതാണ് ആരിഫീങ്ങളുടെ മഅരിഫത്ത്, അതാണ് ആരിഫീങ്ങളുടെ അറിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനത്തെ ആരിഫീങ്ങളാകുമ്പോ ലാ യസ്കുനു ഖൽബു ഇലാ സൗജത്തിൻ വലാ ഇലാ വലദിൻ, അവന്റെ ഭാര്യ, അവന്റെ കുട്ടികള്, അവന്റെ സ്വത്ത്, അതിലൊന്നും അവന്റെ മനസ്സിന് ശാന്തി കിട്ടൂല. ഭാര്യയെ നോക്കും,
ഭാര്യ അങ്ങേയറ്റം സ്നേഹിക്കും, മക്കളെ നോക്കും, മക്കളെ സ്നേഹിക്കും, ഒക്കെ ഉണ്ട്, വീട്ടിൽ പോകും, ഒക്കെ ഉണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, വരുമാനമുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും അവന്റെ ഖൽബിന് ശാന്തി കിട്ടുന്നില്ല. ഭാര്യയെ കാണുമ്പോൾ, ഭാര്യയുടെ സംസാരം കേൾക്കുമ്പോൾ ഉള്ളതിനേക്കാൾ സന്തോഷം അവന് പടച്ച റബ്ബിലേക്ക് എത്തുമ്പോ, അള്ളാന്റെ മുന്നിൽ നിസ്കരിക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, മക്കളെ കാണുമ്പോ അവരോട് കൊഞ്ചുകൊഴയുമ്പോ ഉണ്ടാകുന്നതിനേക്കാൾ ശാന്തിയും സമാധാനവും സന്തോഷവും അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോ, റബ്ബിലേക്ക് ദുആ ചെയ്യുമ്പോ, ദുന്യവിയായ കാര്യങ്ങൾ, ഭക്ഷണത്തിന്റെ രുചി, സൗകര്യങ്ങൾ, വീട്, ബംഗ്ലാവ്, വാഹനം, സുഖ സൗകര്യങ്ങൾ, ഇതിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ആനന്ദം അള്ളാഹുവിലേക്ക്, പടച്ച റബ്ബിലേക്ക്, പള്ളിയിലേക്ക്, അള്ളാന്റെ ഭവനത്തിലേക്ക്, ദീനിയായ കാര്യങ്ങളിലേക്ക്. അതാണ് ആരിഫീങ്ങളുടെ സ്വഭാവം. വൈന്നമായു ആശിറുൽ ഖൽഖ ബിബദനി, ശരീരം കൊണ്ട് അവർ ജനങ്ങൾക്കിടയിലാണ്, പടപ്പുകൾക്കിടയില, അവരുമായി ബന്ധപ്പെടുന്നു. പക്ഷേ വറൂഹു ഇൻദ മാലിക് റൂഹി, എന്നാൽ അവരുടെ റൂഹ്, അവരുടെ ആത്മാവ് പടച്ച റബ്ബിലാണ്. ലാ ഹമ്മ അലൈഹി ഫിദ്ദുനിയ, അതുകൊണ്ട് തന്നെ ദുനിയാവിൽ എന്തുണ്ടായാലും അവർക്കൊരു ഹമ്മുണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഇനി മക്കൾ മരിച്ചു, അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലേ? അത് അള്ളാന്റെ തീരുമാനം. അള്ളാഹു മക്കളെ തന്നു, അള്ളാഹു തിരിച്ചെടുത്തു. അവർ അള്ളാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അങ്ങനെയാണല്ലോ. എന്തൊരു മുസീബത്ത്, ഏത് താങ്ങാൻ കഴിയാത്തൊരു മുസീബത്ത് വന്നാലും മുത്തനബി പറയാൻ പഠിപ്പിച്ചെന്താ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹ്, എന്ത് വന്നാലും അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അള്ളാന്റെ തീരുമാനം. അതിൽ ടെൻഷൻ ഇല്ല. കാരണം അവന്റെ മനസ്സ് മക്കളെക്കാൾ, ഭാര്യയെക്കാൾ. എന്നാ ഭാര്യയോടും മക്കളോടും സ്നേഹമല്ലേ? സ്നേഹമുണ്ട്. ഒരു ദുനിയാവിൽ ഉണ്ടാകേണ്ട സ്നേഹം, ദീനിയായി മുത്തനബി പഠിപ്പിച്ച സ്നേഹവും കടപ്പാടും ഭാര്യയോട് മക്കളോടും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അള്ളാനോടാണ്. സമ്പത്തിനോട് സ്നേഹമല്ലേ, ആഗ്രഹമല്ലേ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ പടച്ച റബ്ബിനോടാണ്. അപ്പോൾ പിന്നെ ദുനിയാവ് നഷ്ടപ്പെട്ടാലും അവന് ടെൻഷൻ ഉണ്ടാവില്ല. വലാ ഗമ്മ ഇൻദഹു വഖ്തർ റഹീൽ, മരണത്തെക്കുറിച്ച് അവന് പേടിയില്ല. മരിക്കാണ് എന്ന് കേൾക്കുമ്പോ അവന് യാതൊരു വിഷമവുമില്ല, ടെൻഷനുമില്ല. രോഗം വന്നു, ക്യാൻസർ വന്നു, കിഡ്നി പോയി, ഇങ്ങനെ മരിക്കാൻ പോകാണ്, ഒരു വിഷമവുമില്ല, ഒരു ടെൻഷനുമില്ല. വലാ വഹ്ശത ലഹു ഫിൽ ഖബർ, ഖബറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവന് ബുദ്ധിമുട്ടില്ല, അവന് ഏകാന്തതയില്ല. വഹ്ശത്തുൽ ഖുബൂർ, അവന് പ്രയാസമില്ല. വലാ ഖൗഫ അലൈഹി യൗമൽ ഹശർ, പരലോകത്ത് വരാനുള്ള കാര്യത്തിൽ ഒരു പേടിയും അവനില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അൽ ആരിഫു ബില്ലാഹി തഖില്ലു ഇൻദഹു മുറാറാത്തുൽ അഖ്ദാർ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആരിഫ്, അള്ളാനെ അറിഞ്ഞവനാണെങ്കിൽ ദുനിയാവിലെ ഒരു കൈപ്പേറിയ ഒരു പ്രയാസവും അവനുണ്ടാവില്ല. അതൊന്നും അവന് വിഷമമേ അല്ല, വളരെ വളരെ കുറവാണ്. കാരണം ലിഖുവത്തി ഹലാവത്തിൽ മാരിഫ, ദുനിയാവിന്റെ വിഷമങ്ങളുടെ കയ്പുള്ള തന്നെയാണ്. പ്രതിസന്ധികളും ബുദ്ധിമുട്ടും രോഗം പ്രയാസമൊക്കെ കയ്പേറിയതാണ്. പക്ഷേ അതിനേക്കാൾ മധുരം അവനിലുണ്ട്, മാരിഫത്തിന്റെ മധുരം അവനിലുണ്ട്. അതുകൊണ്ട് ആരിഫീങ്ങളുടെ ജീവിതമാണ് വലൈസ ഫിദ്ദുനിയാ വൽ ആഖിറ അത്യബു ഐശൻ മിനൽ ആരിഫീൻ. അതുകൊണ്ട് അള്ളാനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ ആരിഫീങ്ങളുടെ ജീവിതമാണ് ദുനിയാവിലെ ഏറ്റവും ഖൈറായ ജീവിതം, ആഖിറത്തിലെയും ഏറ്റവും ഖൈറായ ജീവിതം. ഏറ്റവും അത്യബായ, ദുനിയാവിലെ ഏറ്റവും നല്ല സുഖത്തിൽ ജീവിക്കുന്നവരാരാന്ന് ചോദിച്ചാൽ ആരിഫീങ്ങളാണ്. അല്ലാതെ ആരല്ല? വലിയ രാജാക്കന്മാരല്ല, അല്ലേ? വലിയ വലിയ രാജാക്കന്മാര്, കോടിക്കണക്കിന് സ്വത്തുള്ള ആളുകൾ, പ്രഭുക്കൾ, പ്രമാണിമാര്, എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും നടപ്പാക്കാൻ കഴിവുള്ളവർ, എന്ത് സുഖവും എന്ത് സൗകര്യവും എല്ലാം എന്ത് വേണമെങ്കിലും ഇവിടെ നടപ്പാക്കാം എന്ന് ആഗ്രഹിച്ച വലിയ പ്രമാണിമാരോ രാജാക്കളോ പ്രഭുക്കളോ ഒന്നുമല്ല ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ ഏറ്റവും സുഖകരമായ ജീവിതം നയിക്കുന്നത്. പിന്നെ ആരാ? അത് അള്ളാന്റെ ആരിഫ്യങ്ങളാണ്. കാരണം സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖം എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ സുഖമാണ്. പേടില്ല, ടെൻഷനില്ല, ഹമ്മില്ല, ഗമ്മില്ല, ഹുസ്നില്ല, ഒരു പ്രയാസമില്ല, നല്ല സന്തോഷമുള്ള മനസ്സ്.
നല്ല റാഹത്തുള്ള മനസ്സ്, അത് ആരിഫ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരിഫ്യങ്ങളുടെ ജീവിതമാണ് ഏറ്റവും സന്തോഷകരവും ഏറ്റവും സുഖകരവുമായ ദുനിയാവിലെ ജീവിതം. പിന്നെ ആഖിറത്തിലോ അത് പറയണ്ട. ആഖിറത്തിലെയും ദുനിയാവിലെയും എല്ലാ ജീവിതവും ഏറ്റവും മനോഹരമാക്കിയത് ആരിഫ്യങ്ങളാണ് എന്ന്. അദാബുഹു ഫീകാ അസ്ബ് വബുദുഹു ഫീകാ ഖുർബ്. പടച്ചവനെ നീ ശിക്ഷിച്ചാൽ അതും ഏറ്റവും സന്തോഷമാണ്. അള്ളാഹുവിനെ ശിക്ഷിച്ച ആരിഫ്യങ്ങൾക്ക് അള്ളാഹു ഒരു അദാബ് കൊടുത്താലും അത് അവർക്ക് സുഖമാണ്, സന്തോഷമാണ്. പടച്ച റബ്ബ് അകറ്റിയാലും അത് പടച്ച റബ്ബിലേക്ക് ഏറ്റവും അടുപ്പത്തിന്റെ വഴിയാണ്. എപ്പോഴും രാജാതിരാജനായ റബ്ബിലുള്ള ചിന്തയാണ്. فَإِنَّ تَقْتُوا فَلَمْ أَنْطِقْ بِغَيْرِكُمْ وَإِنْ سَكَتُّوا فَأَنْتُمْ عَقْدُ إِضْمَارِي فَإِنَّ تَقْتُوا فَلَمْ أَنْطِقْ بِغَيْرِكُمْ وَإِنْ سَكَتُّوا فَأَنْتُمْ عَقْدُ إِضْمَارِي. പടച്ചവനെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെക്കുറിച്ചല്ലാതെ ഞാൻ പറയൂല. അല്ലാഹുവേ, ഞാൻ എന്ത് പറയുകയാണെങ്കിലോ നിന്നെക്കുറിച്ചാണ്. ഞാൻ മിണ്ടാതിരുന്നാലോ അപ്പോഴും എന്റെ കൽബിൽ ആലോചന പടച്ചവനെ നീയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. യാ മുൻതഹൽ ആമാലി അന്ത കഫൽതനി വഹഫിൽതനി വഅദ الزമാനു അലയ്യ കൈ യഹ്താജുനി ഫമനഅതനി فانقاد لي متخشعا لما رآك نصرتني وكسوتني ثوب الغنى ومن المغالب صنتني. പടച്ചവനെ, എന്തിനാണ് വിഷമിക്കുന്നത്? കാരണം എല്ലാം അല്ലാഹുവേ നീ ഏറ്റെടുത്തില്ലേ. യാ മുൻതഹൽ ആമാൽ, എല്ലാ ആഗ്രഹങ്ങളും എത്തുന്നത് അല്ലാഹുവിലേക്കാണ്. എല്ലാ ആഗ്രഹങ്ങളും ചോദിക്കാനുള്ളത് പടച്ച റബ്ബിനോടാണ്. എല്ലാ ആഗ്രഹങ്ങളും നടപ്പാക്കുന്നതും അല്ലാഹുവാണ്. അതുകൊണ്ട് കഫൽതനി, നീ എന്നെ ഏറ്റെടുത്തല്ലോ. വഹഫിൽതനി, നീയാണല്ലോ എന്നെ സംരക്ഷിക്കുന്നത്. പടച്ചവനെ, നിനക്ക് കാലഘട്ടത്തിന്റെ എന്തെങ്കിലും ആ കാര്യങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടാലോ ഫമനഅതനി, നീയാണ് തടയുന്നത്. ഫൻഖാദലി മുതഖശിഅൻ ലമ്മാ റആക നസറതനി വകസൗതനി തൗബൽ ഗിനാ. ഗിനയുടെ വസ്ത്രം എനിക്ക് ധരിപ്പിച്ചത് നീയാണ്, ഐശ്വര്യത്തിന്റെ വസ്ത്രം അല്ലേ. ഗിന എന്ന് പറഞ്ഞാൽ ഗിനൻ നഫ്സ്, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ ഐശ്വര്യമാണ്. അല്ലാഹുവേ, അത് നീയാണല്ലോ എനിക്ക് ധരിപ്പിച്ചത്, നീയാണല്ലോ എന്നെ സഹായിച്ചത്. വമിനൽ മഗാലിബി സുൻതനി, ആദ്യ പരിധി വിട്ട് പോകുന്നതിൽ നിന്ന് പടച്ചവനെ നീയാണല്ലോ എന്നെ സംരക്ഷിച്ചത്. فإذا سكت بدأتني وإذا سألت أجبتني. പടച്ചവനെ, ഞാൻ മിണ്ടാതിരുന്നാൽ നീയാണല്ലോ തുടങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ നീയാണല്ലോ എന്റെ ആലോചന. وإذا سألت أجبتني, ഞാൻ ചോദിച്ചാൽ നീയാണല്ലോ എനിക്ക് ഉത്തരം തരുന്നത്. فإذا شكرتك زدتني, നിനക്ക് ശുക്റുണ്ടായാൽ, നന്ദി ഉണ്ടായാൽ നീയാണല്ലോ എനിക്ക് പിന്നെയും പിന്നെയും അധികം തരുന്നത്. فمنحتني فبهرتني ലൈൻ ശകർതും ലഅസീദന്നകും. അല്ലാഹുവിന്റെ വാഗ്ദാനം. ശുക്റുണ്ടാവണം, അൽഹംദുലില്ലാഹ്. ശുക്റുണ്ടാവണം, ഹംദ് ഉണ്ടാവണം. അപ്പ അല്ലാഹ് അധികം തരും. ശുക്റില്ലെങ്കിൽ അല്ലാഹ് തരൂല. ഫഇദാ ശകർതുക സിദ്തനി ഫമനഹതനി ഫബഹർതനി. അല്ലാഹുവേ, നിനക്ക് ഞാൻ ശുക്ർ ചെയ്യുമ്പോഴാണ് നീ എനിക്ക് തരുന്നത്, നീ എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്, എന്നോട് കൂടുതൽ കൂടുതൽ ഔദാര്യം കാണിക്കുന്നത്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അഖവഫുൻ നാസി ലിറബ്ബിഹി അഅറഫുഹും ബിനഫ്സിഹി വബിറബ്ബിഹി. അല്ലാഹുവിന്റെ മഅരിഫത്തുണ്ടായാൽ പിന്നെ അവന് പേടിയുണ്ടാകും. ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹനെ ഏറ്റവും പേടിക്കുന്നവർ ആരാണ്? സ്വന്തം നഫ്സിനെയും അല്ലാഹനെയും അറിഞ്ഞവർ. മഅരിഫത്തുള്ളവർക്ക് പേടിക്കാൻ കഴിയൂ. അല്ലാഹനെ പേടിക്കാൻ ആർക്കേ കഴിയൂ? അല്ലാഹനെ അറിയേണ്ടതുപോലെ അറിയുന്നവർ. അല്ലാഹനെ അറിയാനുള്ള വഴി മുത്തനബി പറഞ്ഞു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ. നിന്നെ അറിഞ്ഞാൽ തന്നെ നിനക്ക് അല്ലാഹനെ അറിയാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന അഖ്വഫുക്കും ലില്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാനെ ഏറ്റവും പേടിക്കുന്നവൻ ഞാനാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, അള്ളാന്റെ റസൂൽ പറഞ്ഞു ഞാനാണ് അള്ളാനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നവൻ. എന്തുകൊണ്ട്? അള്ളാനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞവർ മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കളെക്കാൾ, എല്ലാ നബിമാരെക്കാൾ, എല്ലാ മലായിക്കത്തിനേക്കാൾ, എല്ലാ പടപ്പുകളെക്കാളും പടച്ച റബ്ബിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹനെ പേടിക്കുന്നവർ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഉലമാക്കളാണ്. ഉലമാക്കളാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആലിമീങ്ങൾ, അല്ലേ, അല്ലാഹനെ അറിഞ്ഞവർ, അറിയേണ്ട ഇൽമ അറിഞ്ഞവർ, ഖുർആനിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവർ, മുത്തുനബിയുടെ ഹദീസുകളെ. ഉലമാക്കൾ പറഞ്ഞാൽ തലയെക്കെട്ടും താടി ഉള്ളവരൊക്കെ ഉലമാക്കളാണെന്ന് മനസ്സിലാക്കണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മയൊക്കെ ഉഖ്റവിയായ ഇൽമിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉലമാക്കളാണ് എന്ന് പറഞ്ഞാല് താടിയും കെട്ടും നീളം കുപ്പായം കണ്ടാൽ അതാണ് ഉലമാഇന്റെ അടയാളം എന്ന് മനസ്സിലാക്കേണ്ട. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ചിലപ്പോ അള്ളാന്റെ അടുക്കൽ യഥാർത്ഥ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ കെട്ടോ നീളം കുപ്പായോ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയൂല. പക്ഷേ അവർ യഥാർത്ഥ ഉലമാ, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരം കിട്ടിയ യഥാർത്ഥ ആലിമീങ്ങൾ. ആ ആലിമീങ്ങളെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. കാരണം അവരറിഞ്ഞു, അള്ളാഹനെ അറിഞ്ഞു, അതുകൊണ്ട് അവർ അള്ളാഹനെ പേടിക്കുന്നു. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയമുണ്ടാകും, പടച്ച റബ്ബിലുള്ള പേടിയുണ്ടാകും. അല്ലേ, അപ്പൊ നമുക്കൊക്കെ പേടിയുണ്ട്. ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു, നമ്മുടെയൊക്കെ പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ആളുകള്, മുത്തുമുഅ്മിനീങ്ങള്, നല്ലവര്, സ്വാലിഹീങ്ങള് നമ്മൾ പേടിക്കുന്നത് എന്തിനെ? നമ്മൾ പേടിക്കുന്നത് തന്നെ, നമ്മൾ പേടിക്കുന്നത് പടച്ച റബ്ബിന്റെ അദാബിനെയാണ് പേടിക്കുന്നത്, നരകത്തെ നമ്മൾ പേടിക്കുന്നു. അല്ലേ, നമ്മൾ പേടിക്കുന്ന, നമ്മൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നു? നമ്മൾ പേടിച്ചിട്ടാണ്. എന്താണ് പേടി? അള്ളാന്റെ ശിക്ഷ, നരകം, നരകത്തെയും അദാബുകളെയും അതിൽ വിശ്വാസമുണ്ട്, പേടിയുണ്ട്. ആ പേടിച്ചിട്ടാണ് മഹാനവറുകൾ പറഞ്ഞ ഇമാം ഗസ്സാലി തങ്ങൾ, അൽ ഖൗഫു മിനൽ മഅസിയ, അതുകൊണ്ട് പാപങ്ങൾ ചെയ്യാൻ മുഅ്മിനീങ്ങൾ പേടിക്കുന്നു. ശിക്ഷയെ പേടിച്ച്, അദാബിനെ പേടിച്ച്. അത് ഖൗഫു സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളുടെ പേടിയാ, അത് സ്വാലിഹീങ്ങളെ പേടിയാ. എന്നാലോ മഹാന്മാരുടെ പേടി ഖൗഫുൽ മുവഹ്ഹിദീന വസ്സുദ്ദീഖീൻ, തൗഹീദിന്റെ അഹ്ലുകാർ, യഥാർത്ഥ മുവഹ്ഹിദീങ്ങളുടെ പേടി, സിദ്ദീഖീങ്ങളുടെ പേടി എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനല്ലാഹ്, അവർ അള്ളാനെ പേടിക്കാണ്. അവർ അള്ളാന്റെ ശിക്ഷയെ അല്ല പേടിക്കുന്നത്, അവർ നരകത്തെ അല്ല അവർ അള്ളാനെയാണ് പേടിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നരകം കിട്ടിയാലും അവർക്ക് പ്രശ്നമല്ല, അള്ളാഹ് ശിക്ഷിച്ചാലും അവർക്ക് പ്രശ്നമല്ല. അവരാ പറഞ്ഞത് അദാബുഹു അദ്ബ്, പടച്ചവനെ നിന്നെ ശിക്ഷയാണെങ്കിൽ പോലും അത് ഞങ്ങൾക്ക് ആനന്ദമാണ്, അത് സന്തോഷമാണ്, അതും റാഹത്താണ്. കാരണം അവരുടെ ചിന്ത എന്താ? പടച്ചവനെ നീ ശിക്ഷിച്ചാലാണോ നിനക്ക് എന്നിലുള്ള തൃപ്തി? എന്നെ ശിക്ഷിച്ചാലാണോ നിനക്ക് സന്തോഷമുണ്ടാകുന്നത്? എന്നാൽ ശിക്ഷിച്ചാൽ എന്റെ സന്തോഷമാണ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ആരിഫീങ്ങൾ. അവര് പേടിക്കുന്നത് അള്ളാനെയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെ അല്ല, പടച്ച റബ്ബിന്റെ അദാബിനെ അല്ല, നരകത്തെ അല്ല അവർ പേടിക്കുന്നത്. നരകത്തെയോ ശിക്ഷ അവർക്കൊരു പേടിയേ ഇല്ല. അള്ളാന്റെ ഇഷ്ടമാണെങ്കിൽ ആ നരകത്തെയും ആ നരകത്തിന്റെ ശിക്ഷയെയും ആ അദാബിനെയും അവർ ഇഷ്ടപ്പെടുന്നവരാ. കാരണം അത് അള്ളാന്റെ ഇഷ്ടത്തിന് കാരണമാകുമെങ്കിൽ അവർക്ക് റബ്ബിന്റെ പൊരുത്തമാണ്, റബ്ബിന്റെ റിളയാണ് വേണ്ടത്. അവർ അള്ളാനെയാണ് പേടിക്കുന്നത്, അവര് ശിക്ഷയെയോ അല്ലെങ്കിൽ പാപത്തെയോ അല്ല അവർ ഭയപ്പെടുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞു, മനദാഖത്തുഅമൽ മഅരിഫ, ഒരാൾ മഅരിഫത്തുണ്ട് എന്നതിന്റെ അടയാളം, മഅരിഫത്ത് ഒരാൾ അനുഭവിച്ചാൽ, രുചിച്ചാൽ ആരിഫാണ്. അല്ലേ,
ആരാണ് ആരിഫ്യങ്ങൾ? നമ്മൾ ചില ആളുകളെ കുറിച്ചൊക്കെ ആരിഫ്യങ്ങൾ എന്ന് പറയുമ്പോൾ പേടിക്കണം. ആരാണ് ആരിഫ്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. ആരിഫ്യങ്ങൾ അല്ലാത്തവരെ കുറിച്ച് ആരിഫ്യങ്ങളും ആരിഫ്യങ്ങളുടെ നേതാവും എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുറിച്ച് സുൽത്താനുൽ ആരിഫീൻ എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അവരൊക്കെ അതിന് അർഹതയുള്ള ആളുകളാണ്. അല്ലേ? അർഹതല്ലാത്ത ചില ആളുകളെ കുറിച്ച് താജുൽ ആരിഫീൻ എന്നും സുൽത്താനുൽ ആരിഫീൻ എന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. ഈ ആരിഫീങ്ങളെ കുരുത്തക്കേട് കേട്ടൂലേ? ഒരർഹതയുമില്ലാത്ത ആളുകളെ കുറിച്ച് ആരാണ് ആരിഫ്? മഅരിഫത്തിന്റെ രുചി അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ വജദം ദുഅമൽ മഹബ്ബ, അവർ മഹബ്ബത്തിന്റെ രുചി അവരിൽ കാണും. ഒരാൾ ആരിഫാണ്, പടച്ചറബിനെ അറിഞ്ഞവനാ, മഅരിഫത്ത് കിട്ടിയവനാണ് എന്നതിന്റെ, മഅരിഫത്ത് രുചിച്ചവനാണ് എന്നതിന്റെ അടയാളം അവൻ വജദ തുഅമൽ മഹബ്ബ, മഹബ്ബത്തിന്റെ രുചി അവൻ അനുഭവിച്ചു എന്നാണ്. മഹബ്ബത്തിന്റെ രുചി അനുഭവിച്ചാൽ പടച്ചറബിൽ അവന് റിളയുണ്ടാകും, അവന് തൃപ്തി ഉണ്ടാകും. എന്ത് കാര്യമാണെങ്കിലും റളിയതു ബില്ലാഹി റബ്ബാ, അള്ളാഹുവിൽ തൃപ്തിയാണ്. പടച്ചറബ് എന്ത് ചെയ്താലും, അള്ളാഹു ശിക്ഷിച്ചാലും, അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചാലും അള്ളാഹുവിൽ അങ്ങേറ്റത്തെ റിളയാണ്. എങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിച്ചു. നല്ല ഏറ്റവും രുചികരമായ ഭക്ഷണം അവന് കൊടുത്തപ്പോൾ, അവന് നല്ല വിശപ്പുള്ള സമയത്ത് നല്ല രുചികരമായ ഭക്ഷണം കൊടുത്തപ്പോൾ അവനുണ്ടായ ആ തൃപ്തിയും സന്തോഷവും എത്രയാണ്? അതേ തൃപ്തിയും സന്തോഷവും അവനങ്ങോട്ട് പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തിയപ്പോഴും അതേ തൃപ്തിയും അതേ സന്തോഷമാണ്. നല്ല ആരോഗ്യം കൊടുത്തപ്പോൾ അവനുള്ള ഏറ്റവും നല്ല സന്തോഷം എത്രയാണ്? അതേ സന്തോഷം തന്നെയാണ് കഠിനമായ രോഗം കൊടുത്തപ്പോഴും. നല്ല സുഖം കൊടുത്തപ്പോഴുള്ള സന്തോഷം തന്നെയാണ് ശക്തമായ ശിക്ഷ കൊടുത്തപ്പോഴും അതേ സന്തോഷം. നല്ല ആശ്വാസം കൊടുത്തപ്പോഴുള്ള സന്തോഷം തന്നെയാണ് കഠിനമായ വേദന കൊടുത്തപ്പോഴുള്ള സന്തോഷം. അതുകൊണ്ട് എന്ത് വലിയ മാരകമായ രോഗത്തിന്റെ വേദന വന്നാലും അവർക്ക് പടച്ച റബ്ബിനോട് സന്തോഷമാണ്, അവർക്ക് തൃപ്തിയാണ്. ആ റിള അവരിൽ കാണും. ഫർറിള, റിള എന്ന് പറഞ്ഞാൽ മിൻ ജുംലത്തി സമറാത്തിൽ മഅരിഫ, മഅരിഫത്തിന്റെ ആകെയുള്ള മൊത്തത്തിലുള്ളൊരു ഉൽപ്പന്നമാണ്. മഅരിഫത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ ആകത്തുക എന്ന് പറഞ്ഞാൽ അത് റിളയാണ്. അതുകൊണ്ട് ഫൈദാ അറഫ്തഹു സുബ്ഹാന, നീ അല്ലാഹുവിനെ അറിഞ്ഞവനാണെങ്കിൽ, നീ പടച്ച റബ്ബിനെ അറിഞ്ഞാൽ, റളിയത ബിഖളാഇ, അല്ലാഹുവിന്റെ എല്ലാ ഖളാഉം എല്ലാ തീരുമാനവും നീ തൃപ്തിപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പറഞ്ഞു, ലാ യകൂനുൽ ആരിഫ് ആരിഫ, ആരിഫ് ആരിഫാകൂല. അല്ലാഹനെ അറിഞ്ഞവനാകണമെങ്കിൽ ഹത്താ യകൂന കൽ അർളി യതവൽ ബർറു വൽ ഫാജിർ, അവൻ ഭൂമിയെ പോലെ ആകും. അല്ലേ? ഭൂമിയെ പോലെ. ക്ഷമയുടെ ഉദാഹരണം പറയുന്നുണ്ട്. ഭൂമിയെ പോലെ ക്ഷമിക്കുക എന്ന് പറയാറുണ്ട്. നോക്ക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين. ഒരു ആരിഫ്, മാരിഫത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം ഭൂമിയെപ്പോലെ. കാരണം ആ ഭൂമിയിൽ ചവിട്ടാം, ഭൂമിയിൽ ജീവിക്കാം, ഭൂമിയിൽ ചാടിക്കളിക്കാം, എന്ത് തോന്നിവാസവും ഭൂമിയിൽ നടത്താം. അൽ ബർറു വൽ ഫാജിർ, ഈ തമ്മാടികളും ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കുന്നു, നല്ല ആളുകളും ജീവിക്കുന്നു. എല്ലാവർക്കും ഈ ഭൂമി സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പോലെ ക്ഷമ കൊണ്ടും മറ്റുള്ളവരോടുള്ള കടപ്പാട് കൊണ്ടും സൽ സ്വഭാവം കൊണ്ടും ഭൂമി പോലെ വിശാലമാകും ആ മനുഷ്യൻ, ഒരാരിഫായ മനുഷ്യൻ എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു
വകസ്സഹാബി, അവൻ മേഘം പോലെയായി മാറും. യുദില്ലു കുല്ല ശൈ, എല്ലാവർക്കും മേഘം തണലിട്ട് കൊടുക്കും. അല്ലേ? മേഘം തണലിടുകയാണെങ്കിൽ, മേഘം ഒരു സ്ഥലത്ത് ഒരു നാട്ടിലെ മേഘം തണലിട്ടാൽ എല്ലാവർക്കും, അത് നല്ലവർക്ക് ചീത്തവർക്ക് വേർതിരിവില്ല, എല്ലാവർക്കും തണലിട്ട് കൊടുക്കും. വകൽ മത്തർ, മഴ പോലെ. യസ്തീമാ യുഹിബ്ബു വമാ ലാ യുഹിബ്ബു, ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും നല്ലവർക്കും ചീത്തവർക്കും എല്ലാവർക്കും മഴ കൊടുക്കും. എല്ലാവരോടും മഴ പോലെ, മേഘം പോലെ, ഭൂമി പോലെ സൽ സ്വഭാവം കൊണ്ട് സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും വിശാലതയുള്ളവനായി മാറും ആരിഫ് എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ആരിഫീങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. യഖ്റുജുൽ ആരിഫു മിനദ് ദുനിയ, ഒരു ആരിഫ് ദുനിയാവില് വലം യഖ്ളി വതറഹു മിൻ ഷൈഅൈൻ, രണ്ട് ആവശ്യങ്ങൾ അവന് മതിയാവൂല. ആരിഫിന്റെ രണ്ട് ആവശ്യം മതിയാകൂല. ഒന്ന് ബുക്കാഉഹു അലാ നഫ്സി, അവൻ സ്വയം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസനാഉഹു അലാ റബ്ബി, അല്ലാഹുവിനെ പുകഴ്ത്തുന്നത്. രണ്ട് കാര്യത്തില് കൊതി തീരാത്തവരാണ്, രണ്ട് കാര്യത്തിന് ആഗ്രഹം തീരാത്തവരാണ് മഹാന്മാരായ ആരിഫ്യങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. കരയ, ഇന്നലെ ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് പറഞ്ഞല്ലോ, ആരിഫ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കരഞ്ഞാൽ ആഗ്രഹം തീരാത്തവരാണ്. കരഞ്ഞാൽ പടച്ച റബ്ബിനോട്, അള്ളാഹിനോട്, അള്ളാഹിന്റെ മാർഗത്തിൽ കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് പൂതി തീരാത്തവരാണ്, കരഞ്ഞ് കൊതി തീരാത്തവരാണ്. രണ്ട് ആഗ്രഹങ്ങൾക്ക് ആ ആഗ്രഹം അവസാനിക്കൂല. ആരിഫ്യങ്ങളുടെ രണ്ട് ആഗ്രഹത്തിന് അവസാനമല്ല, കരഞ്ഞാൽ അവർക്ക് അവരുടെ ആഗ്രഹം അവസാനിക്കൂല. പിന്നെയോ വസനാഉഹു അലാ റബ്ബി, അള്ളാഹിനെ പുകഴ്ത്ത, അള്ളാഹിനെ അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ആളുകളെ ദുആ ചെയ്യുമ്പോ അവരുടെ ദുആകളിലൊക്കെ അള്ളാഹുവിനെ ധാരാളം ധാരാളം പുകഴ്ത്തിയിരുന്നു. അള്ളാഹ് ചെയ്ത ഗുണഗണങ്ങൾ അങ്ങനെ എടുത്തു പറയാം, അള്ളാഹിനെ പുകഴ്ത്താം. അതവർക്ക് കൊതി തീരാത്തതാണ്. ബഹുമാനപ്പെട്ട മുഹാരിബ് ഇബ്നു ദിസാർ റളിയല്ലാഹു തആല അൻഹു, കൂഫയിലെ ഖാദിയായിരുന്ന മുഹാരിബ് ഇബ്നു ദിസാർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, യാ അല്ലാഹ് അനസ്സഗീറുല്ലദീ റബ്ബൈതഹു ഫലക്കൽ ഹംദ്, പടച്ചവനെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ചെറിയ കുഞ്ഞുമോനായിരുന്ന എന്നെ വളർത്തി വളർത്തി വലുതാക്കിയ റബ്ബേ നിനക്കാണ് സർവസ്തുതി. ഞാൻ വളരെ ദുർബലനായിരുന്നു, ഒന്നിനും കഴിവില്ലാത്തവനായിരുന്നു, എനിക്ക് ശക്തിയും കഴിവും ആരോഗ്യമൊക്കെ തന്നവ നീയല്ലേ റബ്ബേ. അനൽ ഫഖീറുല്ലദീ അഗ്നൈതഹു ഫലക്കൽ ഹംദ്, ഞാൻ ഫഖീറായിരുന്നു, ദരിദ്രനായിരുന്നു, നീയല്ലേ എനിക്ക് സമ്പത്ത് തന്നത്, നിനക്കാണ് സർവസ്തുതി. അനൽ ഗരീബുല്ലദീ വസൈതഹു ഫലക്കൽ ഹംദ്, പടച്ചവനെ ഞാൻ ഒറ്റപ്പെട്ടവൻ, ഞാൻ ഗരീബായിരുന്നു, വിദേശിയായിരുന്നു, നീയാണ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തത്, നീയാണ് പടച്ചവനെ, നിനക്കാണ് സർവസ്തുതി. അനൽ അസ്ബുല്ലദീ സവ്വജ്തഹു ഫലക്കൽ ഹംദ്, ഞാൻ വിവാഹത്തിന് ആഗ്രഹം വന്നപ്പോൾ, ഇണചേരാൻ എനിക്ക് ദാമ്പത്യത്തിനും കുടുംബജീവിതത്തിനും ആഗ്രഹം വന്നപ്പോൾ എനിക്കതിന് കഴിവ് തന്നതും ദാമ്പത്യ ജീവിതം തന്നതും നീയാണ്, നിനക്കാണ് സർവസ്തുതി. അനൽ ആരില്ലദീ കസൗതഹു ഫലക്കൽ ഹംദ്, എനിക്ക് വസ്ത്രമുണ്ടായിരുന്നില്ല, നീയാണ് വസ്ത്രം തന്നത്, നിനക്കാണ് സ്തുതി. അനൽ മുസാഫിറുല്ലദീ സാഹബതഹു ഫലക്കൽ ഹംദ്, ഞാൻ യാത്ര പോകുമ്പോൾ എവിടെ യാത്രയായാലും നീയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അനൽ മരീദുല്ലദീ ശഫൈതഹു ഫലക്കൽ ഹംദ്, എനിക്ക് രോഗം വന്നപ്പോൾ പടച്ചവനെ നീയാണ് ശിഫയാക്കിയത്. അനസ്സായിലുല്ലദീ അഅതൈതഹു ഫലക്കൽ ഹംദ്, നിന്നോട് ചോദിച്ചതൊക്കെ തന്നത് പടച്ചവനെ നീയാണ്, നിനക്കാണ് സ്തുതി. അനദ്ദാഇയല്ലദീ അജബ്തഹു ഫലക്കൽ ഹംദ്, നിന്നോട് ദുആ ചെയ്തപ്പോൾ ഉത്തരം തന്നത് നീയാണ് അല്ലാഹ്. ഇങ്ങനെ 100,000 കാര്യങ്ങൾ പടച്ച റബ്ബിന് അല്ല തന്നത്, ചെയ്തു കൊടുത്തത് പുകഴ്ത്തി 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 പറഞ്ഞിട്ടാണ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട മുഹാരിബ് ഇബ്നു ദിസാർ റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുആ മഹാന്മാര് രേഖപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ലക്കൽ ഹംദു ബിൽ ഇസ്ലാം, പടച്ചവനെ നീ എന്നെ മുസ്ലിമാക്കി, നിനക്ക് സർവസ്തുതി. വലക്കൽ ഹംദു ബിൽ ഖുർആൻ, പടച്ചവനെ ഖുർആനിന്റെ അഹ്ലുകാരനാക്കി,
ഖുർആൻ ഓതുന്നവനാക്കി, ഖുർആൻ പഠിക്കുന്നവനാക്കി, ഖുർആനെ ഇഷ്ടപ്പെടുന്നവനാക്കി നിനക്കാണ് സർവസ്തുതി. വലക്കൽ ഹംദു ബിൽ അഹ്ലി വൽ മാൽ, എനിക്ക് കുടുംബവും സ്വത്തുമൊക്കെ നീയാണ് തന്നത്. ബസത്ത റിസ്ഖനാ, ഞങ്ങൾക്ക് റിസ്ഖ് വിശാലമാക്കിയവൻ നീയല്ലേ. വാദഹർത്ത അംനനാ, ഞങ്ങൾക്ക് നിർഭയത്വത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഭയം കൂടാതെ ജീവിക്കാൻ അവസരം തന്നത്. വഅഹ്സൻത മുആഫാതനാ, ഞങ്ങൾക്ക് ആഫിയത്ത് തന്നത്. വമിൻ കുല്ലി മാ സഅൽനാക മിൻ സാലിഹിൻ അഅതൈതനാ, പടച്ചവനെ ചോദിച്ചതൊക്കെ നീ തന്നു. ഫലക്കൽ ഹംദു കസീറാ, നിനക്ക് ധാരാളം സ്തുതി. കമാ തുന്നു കസീറാ, നീ ധാരാളം നിഅമത്ത് തന്നതുപോലെ നിനക്കും ധാരാളം സ്തുതിയുണ്ട് റബ്ബേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിനെ ധാരാളം പുകഴ്ത്തണം. അള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട്, ഇത് മുഅ്മിനിന്റെ ആരിഫ്യങ്ങളുടെ സ്വഭാവമാണ്. വെറുതെ നമ്മുടെ ആവശ്യം പറയാം, ദ്വാരക്ക മാത്രമല്ല, പടച്ച റബ്ബിനെ പുകഴ്ത്തുക. നമ്മൾ ഒറ്റക്കിരുന്ന് ചിന്തിക്കുക, ആലോചിക്കുക, അള്ളാഹിനോട് പറയാ, അള്ളാഹിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ അറിയാൻ, പടച്ച റബ്ബിനോട് കൂടുതൽ അടുക്കാൻ, അള്ളാഹു അനുഭവത്തിലുണ്ടാവാൻ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ദുആ. അള്ളാഹിനോട് ദുആ ചെയ്യുക എന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ എന്നത് അള്ളാഹിനെ അറിയാനും അള്ളാഹിനോട് അടുക്കാനും പടച്ച റബ്ബിനെ അനുഭവിക്കാനും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ദുആ എന്നത്. നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ എങ്ങനെയാണ് ദുആ ചെയ്യാറുള്ളത്? എങ്ങനെയായിരിക്കണം നമ്മുടെ ദുആ? ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യഖൂലു അല്ലാഹു തആല, അല്ലാഹു പറയുന്നു, പടച്ച റബ്ബിന്റെ ഖുദ്സിയായ ഒരു ഹദീസ്. അല്ലാഹു പടച്ച റബ്ബ് നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഹയ്യക്കും വമൈതക്കും വറത്ബക്കും വയാബിസക്കും ഇജ്തമഉ ഫീ സഈദിൻ വാഹിദ്. എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും, നിങ്ങളുടെ ആദ്യക്കാരും അവസാനക്കാരും, പടച്ച റബ്ബിന്റെ ആദ്യത്തെ പടപ്പ് മുതൽ, അല്ലേ, മുത്തുനബിയാണ്, മുത്തുനബിയുടെ നൂറാണ്, അത് മുതൽ അള്ളാന്റെ എല്ലാ പടപ്പുകളും ഇനി ഏറ്റവും അവസാനം വരെ എല്ലാ ജീവജാലങ്ങളും, എല്ലാ മലക്കുകളും, എല്ലാ ജിന്നുകളും, എല്ലാ സൃഷ്ടികളും, എല്ലാ പക്ഷികളും മൃഗങ്ങളും പടച്ച റബ്ബിന്റെ ആദ്യ സൃഷ്ടിയുടെ തുടക്കം മുതൽ ഏറ്റവും അവസാനം വരെ, വഹയ്യക്കും മൈത്തക്കും, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും, വറത്ബക്കും വയാബിസക്കും, പച്ചപ്പുള്ളതും ഉണങ്ങിയതും, എല്ലാ ജീവനുള്ളതും അചേതനമായതും, എല്ലാം അള്ളാന്റെ എല്ലാ പടപ്പുകളും, ഇനി അതിലൊന്നും ബാക്കിയില്ല, എല്ലാവരും ഇജ്തമഉ ഫീ സഈദിൻ വാഹിദ്, ഒരു മലയുടെ മുകളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി, എല്ലാ മനുഷ്യരും, നബിമാരും, ജിന്നുകളും, പക്ഷികളും, മൃഗങ്ങളും, പടപ്പുകളും, പച്ചപ്പുള്ള മരങ്ങളും, ഉണങ്ങിയതും, ജീവനുള്ളതും, കല്ലുകളും, എല്ലാം എല്ലാം ഒരു ഭാഗത്ത് അങ്ങോട്ട് ഒരുമിച്ച് കൂടി. എന്നിട്ട് എല്ലാവരും ഫസാല കുല്ലും മിൻകും, നിങ്ങളെല്ലാവരും ചോദിച്ചു, മാ ബലഗത്തു ഉമ്മിയെ, ചോദിക്കാനുള്ളതൊക്കെ അങ്ങോട്ട് ചോദിച്ചു. ഓരോരുത്തരും, ഈ ഒരുമിച്ച് കൂടിയ എല്ലാവരും അവർക്ക് ചോദിക്കാനുള്ളതൊക്കെ അങ്ങോട്ട് അള്ളാഹിനോട് ചോദിച്ചു. അങ്ങനെ ഫഅഅതൈതു കുല്ല സായിലും, ചോദിച്ചവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. നോക്ക്, എന്നിട്ട് പറയും, ചിന്തിക്കേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പൊ നമ്മൾ ഈ സദസ്സിലിരിക്കുന്ന ഇത്രയും ആളുകള്, നിങ്ങളിങ്ങനെ ആലോചിച്ച് വരി, എന്തൊക്കെയാണ് നിങ്ങളെ ആവശ്യങ്ങൾ? എല്ലാ ആവശ്യവും, നമുക്ക് പറയാനുള്ള എല്ലാ ആവശ്യവും, അല്ലേ, അത് ദുനിയാവും ആഖിറയും, എന്തും ആവശ്യപ്പെടലോ, എന്തും ആഗ്രഹിക്കാലോ, എല്ലാം പടച്ച റബ്ബിനോട് എല്ലാവരും, ഇത് എല്ലാ പടപ്പുകളും പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും അള്ളാഹിനോട് അങ്ങോട്ട് ചോദിച്ചതൊക്കെ ഉണ്ട് അള്ളാഹ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ മനസ്സിലായോ? ചിന്തിക്കണം. പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? എല്ലാവരും എല്ലാം അങ്ങോട്ട് ചോദിച്ചത് എല്ലാവർക്കും എല്ലാതും അള്ളാഹു കൊണ്ട് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു പറയാണ്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ
മാ നഖസ ദാലിക മിൻ മുൽക്കി, എന്റെ അധികാരത്തിൽ നിന്ന് ഒരു കുറവും വരൂല. ഈ പറഞ്ഞ ആളുകൾ കോടാനുകോടി മലക്കുകൾ, കോടാനുകോടി മനുഷ്യര്, കോടാനുകോടി ജിന്നുകള്, കോടാനുകോടി ശൈത്താന്മാര്, എല്ലാ പടപ്പും നല്ലവരും ചീത്തവരും എല്ലാവരും എല്ലാം അവരുടെ ആഗ്രഹങ്ങളൊക്കെ പടച്ചവനോട് ചോദിച്ചു. അള്ളാഹു എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ മാ നഖസ ദാലിക, അത് കുറവ് വരുത്തൂല, മിൻ മുൽക്കി, എന്റെ അധികാരത്തിൽ, ഇല്ലാ കമാ ലൗ അന്ന അഹദക്കും മർറ ബിൽ ബഹരി, ഏതുപോലെ എന്നറിയോ, ഏതുപോലെ വിശാലമായ ഈ ഭൂമിയിലെ കടൽ, എത്രയാണ് കടലിന്റെ വലുപ്പം, എത്രയാണ് കടലിലെ വെള്ളം, എത്രയാണ് ബഹറിന്റെ വലുപ്പം, എത്രയാണ് കടലിലെ വെള്ളം, ഈ ഭൂമിയിലെ എല്ലാ കടലും, ആ കടലിന്റെ കടപ്പുറത്തുകൂടെ ഒരാളങ്ങനെ നടന്നുപോയി, അവന്റെ കയ്യിൽ ഒരു സൂചിയുണ്ട്, എന്നിട്ടാ നടന്നു പോകുമ്പോൾ ഈ സൂചിയുടെ ഒരു തെല്ല് ഇബറത്തൻ, ഈ സൂചി ആ സൂചി ആ കടലൊന്നിങ്ങനെ മുക്കി, ഒന്നിങ്ങനെ അതിന്റെ ആ തലപ്പൊന്ന് മുക്കി, തുമ്മറഫാഹ, എന്നിട്ട് പിന്നെ അത് ഉയർത്തി, എന്നിട്ട് അവനിങ്ങനെ നോക്കുക, എത്രയാണ് ആ സൂചി മുനയിൽ എത്ര വെള്ളമുള്ളത്, അത്ര പോലും എന്റെ അധികാരത്തിൽ നിന്ന് ഈ ചോദിച്ചവർക്ക് മുഴുവനും കൊടുത്താലും കുറവ് വരൂല എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാന്റെ അധികാരം എത്രയാണ്? എന്നിട്ട് പടച്ച റബ്ബ് പറഞ്ഞു, ദാലിക, അതാണ്, ബിഅന്നീ ജവാദ് വാജിദും മാജിദ്, ഞാൻ അങ്ങേയറ്റത്തെ ധർമ്മിഷ്ഠനാണ്, എല്ലാമുള്ളവനാണ്, എല്ലാ അധികാരവും ഉള്ളവനാണ്. അഫ്അലു മാ ഉരീദ്, ഞാൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്യുന്നതാണ്. അതായി കലാം, എനിക്ക് ആർക്ക് എന്ത് കൊടുക്കണമെങ്കിലും ഒരു വാക്ക് മതി. വഅദാബി കലാം, ആരെ എന്തൊക്കെ ഏത് വലിയ കഠിനമായ ശിക്ഷിക്കണമെങ്കിലും ഒരു വാക്ക് മതി. ഇന്നമാ അംരീ ലിശൈഇൻ ഇദാ അറദ്തു, ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കണമെങ്കിൽ അൻ അഖൂല ലഹു കുൻ ഫയകൂൻ, ഒറ്റയൊന്ന് മതി, ഒന്ന് മാത്രം മതി, കുൻ ഫയകൂൻ, ഒരു വാക്ക് മാത്രം മതി, കുൻ എന്ന്. അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. സൂറത്ത് യാസീൻ അവസാനിക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? കുൻ ഫയകൂൻ. നമ്മൾ മനസ്സിലാക്കണം, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തൊരു കാര്യം നടക്കണമെങ്കിലും കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകുൻ, അതുണ്ടാവുന്നതാണ്. കുൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഉണ്ടാവുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ കുൻ എന്ന റബ്ബ് നമ്മൾ പറയും പോലെ, ആ കുൻ എന്ന് പറയാൻ അത്ര സമയം വേണ്ടേ? എത്ര സമയം കുൻ എന്ന് പറയാനും ആ സെക്കൻഡ്, ഒരു മൈന്യൂട്ടായ സെക്കൻഡ് ആണെങ്കിലും വേണമല്ലോ. അപ്പോൾ അള്ളാഹു നമ്മൾ പറയും പോലെ കുൻ എന്ന് പറയലാണോ? അതല്ല, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് പടച്ച റബ്ബ് കുൻ എന്ന് പറയുന്നത്, അതിന്റെ പോലും രീതി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പടച്ച റബ്ബിന്റെ ഇറാദത്ത്, അള്ളാഹിന്റെ ഒരു ഇറാദത്ത് മതി, അള്ളാഹിന്റെ ഒരു ഇറാദത്ത് മതി എന്തും ഉണ്ടാവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങൾ ദുആയിൽ അധ്വാനിക്കണം, നിങ്ങൾ ഇജ്തിഹാദ് ചെയ്യണം. ദുആന്ന് നിങ്ങൾ ദുആ ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് വിയർക്കണം, ദുആ ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് അധ്വാനിച്ച് വിയർക്കണം, ചോദിച്ചു തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹിനോട് ചോദിക്കന്നെ. ദുആയിലുള്ള ഒരു ഇൽഹാഹ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിൽ മടുപ്പ് വരാൻ പാടില്ല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ എത്ര ചോദിച്ചാലും മടുപ്പില്ലാത്തവനാണ്. അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു വബനിയ ആദമ ഹീന യുസ്അലു യഗ്ലബു. അള്ളാന്റെ സ്വഭാവം എന്താ? ചോദിക്കാതിരുന്നാലും അള്ളാഹ്ക്ക് ദേഷ്യം. നമ്മളിപ്പോ ഇങ്ങനെ റമളാന്, പൊന്നാര മൊയിലേറെ റമളാന് 1-ാം തീയതി മുതൽ വന്നിരുന്ന് ദ്വരക്കൽ തുടങ്ങിയതാണ്. അതിന്റെ ഒരു കാര്യം നടക്കാൻ അല്ലേ? കടം വിടാൻ വേണ്ടിയിട്ട് 1-ാമത്തെ 10 കഴിഞ്ഞ് 2-ാമത്തെ 10 കഴിഞ്ഞ് എന്താ ഒരു 10-20 ദിവസമായിട്ട് ദ്വരുന്നിട്ട്, ഇനിയിപ്പോ ആകെ ഒരു 10 ദിവസമാണ് ഇതുവരെ എന്തായില്ല, കടം വീടിയിട്ടില്ല, എന്താ ഇപ്പൊ ഇനിയിപ്പോ ദ്വരക്കുന്നത്? അല്ലേ? നമ്മളെ കാര്യം അത്രേ ഉള്ളൂ.
അല്ലെങ്കിൽ ഒരു കാര്യം അത് നടക്കും എന്നൊക്കെ ഇങ്ങോട്ട് ഉറപ്പിച്ചിട്ട് പക്ഷെ സംഗതി എന്തായില്ല, നടക്കണില്ല. അപ്പൊ നമ്മള് കുറച്ചൊക്കെ ദ്വയർക്കും, ഒരു 10-20 വട്ടമൊക്കെ ദ്വയർന്നേ ഇനി അവിടെ കിടക്കും. ഇനിയിപ്പോ എന്താ, എത്രയപ്പോ ചോദിക്കണം അല്ലേ? എത്രയപ്പോ റബ്ബിനോട് പറയണം? രോഗം മാറാൻ വേണ്ടി ഇങ്ങനെ പറയാന്നല്ലാതെ എന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമുക്കത് മടുപ്പായി അല്ലേ? ചിന്തിക്കണം. ദുആ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇബാദത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, എല്ലാ കാര്യവും നടപ്പാക്കാൻ മലായിക്കത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഈ നമ്മുടെ രോഗവും ആരോഗ്യവും ഭക്ഷണവും എല്ലാം അതൊക്കെ ഭൂമിയിലെ മനുഷ്യരുടെ എല്ലാ കാര്യവും നിയന്ത്രിക്കാനും നോക്കാനും മലക്കുകളാണ്. ആ മലായിക്കത്തിന്റെ നേതാവ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ ഒരു ഹദീസിൽ കാണാം, നമ്മൾ അള്ളാഹിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ള പറയും ജിബ്രീലെ കൊടുക്കണ്ട. നമ്മൾ രോഗം മാറണം എന്ന് പറഞ്ഞു തീർക്കാണ്. അപ്പൊ അള്ള പറയും ജിബ്രീലെ രോഗം മാറ്റണ്ട. കടം വീടണം, കടം വീട്ടണ്ട. സമ്പത്ത് വേണം, വേണ്ട. ജോലി വേണം, വേണ്ട. വീട് വേണം, വേണ്ട. നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോ അള്ള പറയാ കൊടുക്കണ്ട ജിബ്രീലെ, കൊടുക്കണ്ട, ആയിട്ടില്ല, കൊടുക്കണ്ട. മഹാനായ മുത്തുനി പറഞ്ഞു, എന്തിന്? ജിബ്രീലിനോട് പറയും, ജിബ്രീലെ എന്റെ അടിമ എന്നോട് കരഞ്ഞ് ദുആ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ അടിമയുടെ തേങ്ങൽ, എന്റെ അടിമയുടെ കണ്ണീര്, എന്റെ അടിമയുടെ സങ്കടത്തോടുകൂടെ എന്നോട് യാചിക്കുന്നത്, ആ യാചിക്കുന്ന ശബ്ദം കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ ഇഷ്ടം അവൻ നേടിയാൽ, എന്റെ റിള അവൻ നേടിയാൽ അവന് ഞാൻ കണക്കില്ലാതെ പരലോകത്ത് കൊടുക്കും. അതുകൊണ്ട് എന്റെ അടിമക്ക് പരലോകത്ത് കണക്കില്ലാതെ കൊടുക്കാൻ അവൻ ചോദിക്കുന്ന കാര്യം. കാരണം അത് കൊടുത്താൽ പിന്നെ ദ്വയർക്കൂല അല്ലേ? കൊടുത്താൽ പിന്നെ ദ്വയർക്കൂല. നമ്മുടെ കാര്യം അങ്ങനെയാണല്ലോ. കാര്യം കഴിഞ്ഞാൽ പിന്നെ അല്ലേ, പാലം കടക്കോളം നാരായണ എന്ന് പറയും, പിന്നെ പാലം കടന്ന കൂരായണ പഴയ കാലത്ത് പറയാറുണ്ട്. നമ്മളെ കാര്യം അങ്ങനെയാണ്. കാര്യലാഭത്തിന് വേണ്ടിയാ നമ്മൾ ദ്വയർക്കാം. കംനതുലുബുല്ലാഹ ഖൈരിൻ യഹില്ലു ബിനാ ഫഇൻ തവല്ലത് ബലാ യാനാ നസീനാഹു. നമ്മൾ തന്നെ കംനതുലുബുല്ലാഹ, നമ്മൾ അല്ലാഹുവിനോട് എത്ര ദ്വയർക്കണു. എന്തിനു വേണ്ടി? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നീങ്ങിപ്പോകാൻ, രോഗം മാറാൻ. എന്നിട്ടോ ഫൈൻ തവല്ലത്, അതുകൊണ്ട് അള്ള ഏറ്റെടുത്തത് നടന്നു കിട്ടിയാൽ, ആ കഴിഞ്ഞ കാര്യം കഴിഞ്ഞാൽ, ആ ഫൈൻ തവല്ലത്ത് ബലായാന, ആ രോഗം ബലാവ് മുസീബത്തൊക്കെ കണ്ട് നീങ്ങിപ്പോയാൽ നസീനാവു, പിന്നെ നമ്മൾ ദ്വയർക്കൂല, പിന്നെ അള്ളാനെ മറന്നു. നദ്ഉഹു ഫിൽ ബഹരി അൻ യുൻജി സഫീനതനാ ഫഇൻ റജഅനാ ഇല ശാത്തി അസൈനാഹു. കടലിലൂടെ അങ്ങനെ പോകുമ്പോ, ആ കപ്പൽ യാത്രയിൽ കപ്പലതിങ്ങനെ ഒളഞ്ചുമ്പോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുമ്പോ, കാറ്റും കോളും വരുമ്പോ പേടിച്ചിട്ട് നിലയും വെളിയും കൂടി പടച്ചവനെ എങ്ങനെങ്കിലും ഒന്ന് കരക്കെത്തിക്കണേ എന്ന് പറഞ്ഞു ദ്വയർന്നു. എത്തോളം ദ്വയ തന്നെ. നദ്ഉഹു ഫിൽ ബഹരി, കടലിലൂടെ യാത്ര ചെയ്യുമ്പോ പേടിച്ച് നിലവിളിച്ച് ദ്വയർക്കന്നെ ദ്വയർക്കന്നെ. അയ്യുൻജി സഫീനതനാ, ഞങ്ങളുടെ കപ്പലിനെ പടച്ചവനെ ഒരു കാറ്റും കോളും അപകടമില്ലാതെ കരക്കെത്തിക്കണേ. എന്നിട്ടോ ഫൈൻ റജഅനാ ഇല ശാത്തി, കരക്കണഞ്ഞാൽ പിന്നെ അള്ളാനെ മറന്നു. അസൈനാവോ, പിന്നെ തെറ്റും തമ്മാടിത്തരോട്ട് അങ്ങനെ ജീവിക്കാം, പിന്നെ ദുആയില്ല, ഒന്നുമില്ല. വനർകബുൽ ജവ്വഫി അംനിൻ വഫീ ദിഅത്തിൻ ഫമാ സഖത്നാ ലിഅന്നൽ ഹാഫിളല്ലാഹു. വിമാനത്തിൽ ഇങ്ങനെ പറക്കുമ്പോ, ആകാശത്തിലൂടെ ഇങ്ങനെ യാത്രയാകുമ്പോ, വനർകബുൽ ജവ്വ്, ആകാശത്തിലൂടെ അങ്ങനെ പോകുമ്പോ അല്ലേ, നമ്മൾ ആലോചിക്കണം. അപ്പൊ പേടിയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ദ്വയർക്കും. അങ്ങനത്തെ വിമാനം എയർപോർട്ടിൽ അങ്ങനെ ലാൻഡ് ചെയ്ത് ഇതാ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയെന്ന് ഇങ്ങനെ അനൗൺസ്മെന്റ് കേട്ടാൽ അപ്പൊ സന്തോഷമായി, റാഹത്തായി, അൽഹംദുലില്ലാ, സമാധാനായി. പിന്നെ ദ്വയല്ല, പിന്നെ ആ ദ്വയൊക്കെ അവസാനിച്ചു. ഫമാ സഖത്നാ ലിഅന്നൽ ഹാഫിളല്ലാഹു. ഈ വിമാനത്തെ ഇങ്ങനെ സംരക്ഷിച്ച് ലാൻഡ് ചെയ്യിപ്പിച്ചതും കപ്പലിനെ കരക്കടുപ്പിച്ചതും രക്ഷപ്പെടുത്തിയതും എല്ലാം പടച്ച റബ്ബാണ്, അള്ളാഹുവാണ് ഹാഫിള്, സംരക്ഷിച്ചത്. പിന്നെയും നമുക്ക് ജീവിതവും നമുക്ക് സൗകര്യങ്ങളും നൽകുന്ന അള്ളാഹുവാണ്. ആ അള്ളാഹിനെ മറക്കാൻ പാടില്ല. കാര്യം കഴിയുന്നത് വരെ അള്ളാഹിനോട് ചോദിക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. സല്ലൽ മുസല്ലി ലി അംരിൻ കാന യഖ്സിദുഹു ഫലമ്മൻ ഖലൽ അംറു ലാ സല്ലാ വലാ സാമാ. സല്ലൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ അങ്ങനെ നിസ്കരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ലി അംരിൻ കാന യഖ്സിദുഹു, അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടി അല്ലേ?
ഉസ്താദ് പറഞ്ഞു സ്വലാത്തുൽ ഹാജത്തുണ്ട്, കാര്യം നേടാൻ നമ്മുടെ ഹാജത്ത് കൂടാനുള്ള നിസ്കാരമുണ്ട്. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചാൽ അങ്ങനെ മതി, അതിൽ ഇന്ന സൂറത്തൊക്കെ ഓതിയാൽ മതി, ഇന്ന ആയത്തൊക്കെ ഓതിയാൽ മതി, അത് 7 ദിവസം നിസ്കരിക്കണം, അത് പാതിരാ സമയത്തായിരിക്കണം, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് അത് പിന്നെ ഇന്ന സമയത്ത് ഇന്ന രൂപത്തിൽ 2 റക്അത്ത് നിസ്കരിക്കണം, ഇന്ന ആയത്തും സൂറത്തൊക്കെ ഓതുക, അത് കഴിഞ്ഞ് ഇന്ന ദിക്റൊക്കെ ചൊല്ലി ദ്വാരക്കണം, എന്നാൽ നിന്റെ കാര്യം നടക്കും, ഹാജത്ത് കൂടും. അപ്പൊ പിന്നെ രാത്രി അലാറൊക്കെ വെച്ച് എഴുന്നേറ്റ് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് ആ 7 ദിവസം ഉറക്കൊഴിച്ച് ആ നിസ്കാരമൊക്കെ നിസ്കരിച്ചു. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്ദേശിച്ച കാര്യം കണ്ട് പൂർത്തിയാക്കി കൊടുത്തപ്പോഴോ ഫലമ്മൻ ഖദൽ അംറു, കാര്യം കണ്ട് കഴിഞ്ഞപ്പോ ലാ സ്വല്ലാ വലാ സാമ, പിന്നെ നിസ്കാരമല്ല നോമ്പുമില്ല പിന്നെ ഒന്നുമില്ല, അതൊക്കെ അവൻ ഒഴിവാക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ രീതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യണം, കാര്യം കഴിഞ്ഞാലും പിന്നെയും ദ്വാരക്കണം. അല്ലെ, മുത്തനബി പറഞ്ഞത് എന്താ? നിങ്ങളുടെ സന്തോഷത്തിൽ ദ്വാരക്കണം, അപ്പോഴേ നിങ്ങൾ ദുഃഖിച്ച് ദ്വാരക്കുമ്പോൾ അള്ളാഹ് സ്വീകരിക്കും. ദുആ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമല്ല, അള്ളാഹിനോട് ദുആ അതന്നെ ഒരു ഇബാദത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അജസുന്നാസി മൻ അജസ അനിദ്ദുആ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അശക്തന്മാർ എന്ന് പറഞ്ഞാൽ ദുആനെ തൊട്ട് അശക്തരായി പോകുന്നവരാ. എത്ര മണിക്കൂറുകൾ ദുആ ചെയ്താലും മുഅ്മിനിന് മടുപ്പുണ്ടാവരുത്. ദുആ ചെയ്ത കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ദുആ ചെയ്താലും മടുപ്പ് വരരുത്. ദുആയിൽ മുഅ്മിനിന് അശക്തി വരാനേ പാടില്ല. അല്ലേ, നിസ്കാരത്തിൽ ചിലപ്പോൾ അശക്തി വന്നാലും, കാരണം നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യേണ്ടതാ, അപ്പൊ ചിലപ്പോൾ നിസ്കരിക്കാൻ മുട്ട് വളയില്ല, ഊരവേദന ഒക്കെ നിസ്കരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ വരും. ഹജ്ജിനും ഉംറയ്ക്കും നോമ്പ് നോൽക്കാൻ ബുദ്ധിമുട്ട് വരും. പക്ഷെ ദുആ ചെയ്യാൻ ഒരു മുഅ്മിനിന് ഏത് രോഗത്തിൽ തളർന്ന് കിടക്കുകയാണെങ്കിലും ദ്വാരക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറബിയിൽ മലയാളത്തിൽ ഇങ്ങനെ പറയണമെന്ന് മാത്രമല്ല, അത് പറഞ്ഞു ദ്വാരന്നാൽ അങ്ങനെ മനസ്സുകൊണ്ടുള്ള ദ്വാ ഉണ്ടല്ലോ, അള്ളാഹിനോടുള്ള തേട്ടം. ഇനി ഒന്നും പറയണില്ലെങ്കിലും മിണ്ടാൻ വയ്യാതെ കിടക്കുകയാണെങ്കിലും അപ്പോഴും പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കുക. അതിൽ തളരാൻ പാടില്ല, അതിൽ അശക്തി വരാനേ പാടില്ല. ജനങ്ങളിൽ ഏറ്റവും അശക്തന്മാർ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്ത് അശക്തരാകുന്നവരാണ്. ജനങ്ങളിൽ ഏറ്റവും വലിയ പിശുക്കന്മാർ എന്ന് പറഞ്ഞാൽ മൻ ബഖല ബിസ്സലാം, സലാം പറയുന്നതിൽ പിശുക്ക് കാണിക്കുന്നവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു ഒരു ഖുദ്സിയായ ഹദീസ്, യബ്ന ആദം, മനുഷ്യരെ, വാഹിദത്തുൻ ലക, ഒന്ന് നിനക്ക്, വവാഹിദത്തുൻ ലി, ഒന്ന് എനിക്ക്, വവാഹിദത്തുൻ ബൈനി വബൈനക, ഒന്ന് എന്റെയും നിന്റെയും ഇടയിൽ. ഒന്ന് നിനക്ക്, ഒന്ന് എനിക്ക്, ഒന്ന് നമുക്ക് രണ്ടാൾക്കും അർത്ഥം. അള്ളാഹു പറയാം, മനുഷ്യ, യബ്ന ആദം, വാഹിദത്തുൻ ലക്, ഒന്ന് നിനക്ക്, വവാഹിദത്തുൻ ലി, ഒന്ന് എനിക്ക്, വവാഹിദത്തുൻ ബൈനി വബൈനക, ഒന്ന് അത് എനിക്കും നിനക്കും, നമ്മുടെ രണ്ടാളെയും ഇടയിൽ. ഫഅമ്മല്ലതി ലി, എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഫതഅബ്ദുനി, നീ എനിക്ക് ഇബാദത്ത് ചെയ്യണം. നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, അത് എനിക്കുള്ളതാണ്. എന്തിനാണ് നിസ്കാരം? ലില്ലാഹി തആല, അള്ളാഹ്ക്ക. നോമ്പ് എന്തിനാ? അള്ളാഹ്ക്ക്. ഹജ്ജ് ഉംറ ഒക്കെ അള്ളാഹ്ക്ക്. നിന്റെ ഇബാദത്ത് അത് അള്ളാഹ്ക്ക്. പിന്നെ നിനക്കുള്ളത് ഫഅമ്മല്ലതി ലക ഫമാ അമിൽത മിൻ ഷൈഇൻ വഫൈതുക, നീ ചെയ്ത അമലിന് ഞാൻ തരുന്ന അത് നിനക്കുള്ളതാ. കൂലി, പൂർത്തിയാക്കി തരുന്ന കൂലി, അത് നീ നിസ്കരിക്കുന്നത് കൂലിക്ക് വേണ്ടിയല്ല, നീ നോമ്പ് നോൽക്കുന്ന കൂലിക്ക്, അത് എനിക്ക് വേണ്ടി, അത് എന്റെയാണ്, അത് എനിക്കുള്ളത്. പിന്നെ നിനക്കുള്ളത് ഞാൻ തരുന്നത്, ഞാൻ നൽകുന്നത് അത് നിനക്കുള്ളത്. പിന്നെ നമുക്ക് രണ്ടാൾക്കുമുള്ളത് അമ്മല്ലത്തി ബൈനി വ ബൈനക, എന്റെയും നിന്റെയും ഇടയിലുള്ളത് അദ്ദുആ, അത് ദുആ ആണ്. നമ്മൾ അള്ളാഹുവും പടപ്പുകളും പങ്കാളികളാവുന്നത് ദുആയാണ്. ഫമിൻക ദുആ, നീ എന്നോട് ദ്വാരക്ക, അപ്പോൾ വഅലയൽ ഇജാബ, ഞാൻ നിനക്ക് ഉത്തരം ചെയ്യും. നമ്മൾ രണ്ടുപേരും പങ്കാളികളാവുന്ന, രണ്ടുപേരും കൂടിച്ചേരുന്നത് ഒന്നിലാണ്, അത് ദുആയിലാണ് എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ ഉലമാ ദുആയുടെ ആദാബുകൾ പറയുമ്പോൾ മഹാന്മാർ പഠിപ്പിക്കുന്നു, മവാനിഉൽ ഇജാബത്തി സബ്ആ, ഇജാബത്തിനെ തടയുന്ന കാര്യങ്ങൾ 7 എണ്ണമാണ്.
നമ്മൾ ദ്വാരക്കുന്നു, പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ, ദുആയുടെ ഉത്തരം തടയപ്പെടുന്നത് 7 കാര്യങ്ങളാണ്. 1, അദമുൽ ഇഖ്ബാലി അലല്ലാഹി ബിസ്ദിഖിൻ, അല്ലാഹുവിലേക്ക് ദ്വാരക്കാൻ മുന്നിടുന്നത് സത്യസന്ധം അല്ലാതിരിക്കുക. ദ്വാരക്ക എന്നാ ദ്വാരക്ക അല്ലേ? ദ്വാരക്ക എന്നാ ദ്വാരക്ക. ഒരു സത്യസന്ധമായി അള്ളാന്റെ മുന്നിൽ ദ്വാരക്കാൻ മുന്നിടുമ്പോ തന്നെ ഞാനിപ്പോ അള്ളാഹിനോട് ദുആ ചെയ്യാൻ പോകാം. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം ചെയ്യും എന്ന ഉറപ്പോടുകൂടെ ആയിരിക്കണം നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, യംബഗി ലിദ്ദാഇ അൻ യജ്തഹിദ ഫി ദുആ, ദുആഇൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇജ്തിഹാദ് ചെയ്യണം, അവന് പരിശ്രമിക്കണം, ശക്തമായി അധ്വാനിക്കണം. അപ്പോൾ ദ്വാരക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ തന്നെ, ദ്വാരക്കാൻ വേണ്ടി മുന്നിടുമ്പോ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ചില്ലറയല്ല, അത് ചെറുതല്ല. അള്ളാന്റെ മുന്നിൽ ദ്വാരക്കാൻ പോകുകയാണ്. അതൊരു സത്യസന്ധതയോടുകൂടെ ഖൽബ് അള്ളാഹുവിലേക്ക് താല്പര്യത്തില് ആ മുന്നിടുന്നത് തന്നെ സത്യസന്ധമായ ഒരു മനസ്സോടുകൂടെ ആയിരിക്കണം. അതില്ലാതെ വരുമ്പോഴാണ് ദ്വാ തടയപ്പെടുന്നത്. 1. 2, അദമുൽ ജസ്മി ഫിൽ മസ്അല, ഇനി ദ്വാരക്കാൻ തുടങ്ങിയാല് ആ ചോദിക്കുമ്പോൾ ഒരു ഉറപ്പില്ലാതെ ചോദിക്കുമ്പോ അപ്പൊ ചോദിച്ചു ഒക്കെ കിട്ടുവാണാവോ, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പോയി, ഒരു വാക്കല്ലേ അല്ലേ? ഉറപ്പില്ലാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ദഅ അഹദുക്കും ഫൽയഅസിമിൽ മസ്അല, ചോദ്യം തന്നെ ഉറപ്പുള്ള ചോദ്യമാണ്. ചോദ്യം തന്നെ ചോദിക്കുമ്പോ തന്നെ ഒരു ഉറപ്പുള്ള ചോദ്യം, കിട്ടൂല എന്ന് വിചാരിക്കരുത്. ആ ഒരു ഉറപ്പുള്ള ചോദ്യമായിരിക്കണം. ആ ഒരു ഉറപ്പില്ലായ്മ, ചോദ്യത്തിൽ ഉറപ്പില്ലായ്മയാണ് 2ാമത്തെ കാരണം. 3, അദമു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തത് കൊണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഏത് ദുആയും തടയപ്പെടും സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ. സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദുആയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും സ്വലാത്ത് അള്ളാഹു തട്ടൂലല്ലോ, സ്വലാത്ത് ചൊല്ലിയാൽ അത് സ്വീകരിക്കും. അപ്പോൾ തുടക്കത്തിന് സ്വലാത്ത് ചൊല്ലി ഒടുക്കത്തിന് സ്വലാത്തില്ല, പിന്നെ ഇടക്കുള്ള കാര്യം അള്ളാഹു ഒഴിവാക്കുക, അത് പടച്ച റബ്ബിന്റെ രീതിയല്ല. 2 സ്വലാത്തുകൾക്കിടയിലുള്ള ആവശ്യം പടച്ച റബ്ബ് തട്ടിക്കളയൂല. 2 സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കുമെങ്കിൽ ആ 2 സ്വലാത്തുകൾക്കിടയിലുള്ള ദുആയും സ്വീകരിക്കും. അപ്പോൾ തുടക്കത്തിലും ഒടുക്കത്തിലും ഇഖ്ലാസോടെ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ അത് ദുആ തടയപ്പെടാൻ കാരണമാകുന്നതാണ്. 4, ഇസ്തിജാലുൽ ഇജാബ, ഉത്തരം കിട്ടുന്ന ധൃതി കാണിക്കുക. ഇങ്ങനെ പറയാ, ഞാൻ ദഅവത്തുല്ലാഹ, അള്ളാഹിനോട് ദ്വാരുന്നു, പക്ഷേ ഫലം ഇസ്തജബലി, എനിക്ക് ഉത്തരം കിട്ടിയില്ല അല്ലേ? ധൃതി കാണിക്കുക. ഇപ്പൊ ചോദിച്ചാൽ അപ്പൊ കിട്ടണം എന്നുള്ള ഒരു വാശി അതുണ്ടാവാൻ പാടില്ല. ചോദിക്കുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുസ്തജാബു ലി അഹദിക്കും, നിങ്ങളുടെ എല്ലാ ദുആക്കും ഉത്തരം കിട്ടും, ഉറപ്പാണ്. ആരുടെ ദുആയും പാഴായി പോകൂല. മാലം യഅ്ജിൽ, പക്ഷെ ധൃതി കാണിക്കരുത്. ചിലപ്പോ ഉത്തരം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടുന്നത് ചിലപ്പോ ദുനിയാവിൽ തന്നെ കിട്ടും, നമ്മൾ ചോദിച്ചു തന്നെ ചിലപ്പോ കിട്ടും. ചിലപ്പോൾ അതിനേക്കാൾ ഹൈറായതാണ് തരിക. രോഗം മാറാൻ വേണ്ടി ദ്വാരുന്നു, രോഗം മാറിയില്ല. കാരണം അള്ളാഹു ഉദ്ദേശിച്ചത് അതായിരിക്കും ഹൈർ അല്ലേ? ചിലപ്പോ നമുക്കും ഇങ്ങനെ സങ്കടം വരും. ചില മരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ചില കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു. നമ്മുടെ ഈ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ബാക്കവിയുടെ
10 വയസ്സുകാരനായ മകൻ മരണപ്പെട്ടത്, മൂത്ത കുട്ടി. അള്ളാഹു അവരെയും കുടുംബത്തെയും നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലേ? ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കണ്ടു. ഒരു പ്രത്യേകമായ ഒരു വികാരം. കാരണം അത് അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹത്തോട് സ്നേഹമുള്ള ആളുകൾക്കൊക്കെ കൂടുതൽ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു കുട്ടി, നല്ലൊരു കുട്ടി, എന്തൊക്കെ സ്വപ്നം, എന്തൊക്കെ ആഗ്രഹം. അല്ലേ? ആ കുട്ടി പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങി വീണ് മരിച്ചു. അപ്പൊ ആലോചിക്കുമ്പോൾ സങ്കടമാണ്, സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു മറുവശം ചിന്തിക്കുമ്പോൾ ആ 10 വയസ്സായ കുട്ടി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പാപമല്ല, ഖബറിൽ ചോദ്യമല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, മുങ്ങി മരിച്ച ആളുകൾക്ക് ഖബറിൽ ചോദ്യമല്ല, ഒരു ഹദീസിൽ കാണാം. ഇത് കുട്ടിയാണ്, അങ്ങനെ മരിക്കും ചെയ്തു. അവർക്ക് മഹ്ശറയിൽ ഹിസാബില്ല, അവർ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരാ. ആ കുട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിസാബില്ലാതെ ആ കുട്ടിയെ സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോൾ മലായിക്കത്ത് ഏറ്റവും സന്തോഷത്തോടുകൂടി ആ കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം മിന്നൽ പിണർ വേഗത്തിൽ വിട്ടുകടത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ഈ കുട്ടി നിലവിളിക്കും, പടച്ചവനെ, അല്ലാഹുവേ, എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മയും ഉപ്പയും അവരില്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകൂല റബ്ബേ. സിറാത്ത് വിട്ടുകടക്കാതെ ഈ കുട്ടി വാശി പിടിച്ച റബ്ബിന്റെ മുന്നിൽ എന്റെ ഉമ്മിപ്പില്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകൂല. ആ ഉമ്മയും ഉപ്പയും അവർ തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും ഈ കുട്ടിയുടെ ശഫാഅത്ത് കാരണം ആ കുട്ടിയുടെ ഒരു കയ്യിൽ ഉമ്മയും ഒരു കയ്യിൽ ഉപ്പയെയും, ആ കുട്ടി 2 കയ്യിലും ഉമ്മയും ഉപ്പയും പിടിച്ച് സുഖലോക സ്വർഗത്തിലേക്ക് ഈ കുട്ടി പോകുന്നത് പോലെ തന്നെ ഹിസാബില്ലാതെ മിന്നൽ പിണർ വേഗത്തിൽ ആ സിറാത്ത് വിട്ടുകടത്തി ആ കുഞ്ഞ് ആ മാതാവിനെയും പിതാവിനെയും സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നിലക്ക് ചിന്തിച്ചാൽ ആ കുട്ടിയുടെ മരണം ഖൈറാണ്. ഈ യുരിദിന റഹ്മാനു ബിദുർരിൻ, ഈ യുരിദിന റഹ്മാനു ബിദുർരിൻ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ളുർറ് അവന്റെ പടപ്പുകളെ ഉപദ്രവിക്കണം എന്ന് പടച്ച റബ്ബ് ഉദ്ദേശിച്ചാൽ, അല്ലേ? അല്ലാഹു ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, അവിടെ ആ ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ മഹാന്മാര് പറയുന്നുണ്ട്, റഹ്മാനു ളുർറ് ഉദ്ദേശിക്കാൻ ഉപദ്രവം, പടച്ച റബ്ബ് ഒരു ഉപദ്രവം ഉദ്ദേശിക്കാം. അള്ളാന്റെ ഇറാദത്ത് ഒരു ളുർറ് അവന്റെ പടപ്പിനെ, അവന്റെ ഒരു സൃഷ്ടിയെ ഉപദ്രവിക്കണം എന്ന് പടച്ച റബ്ബ് ഉദ്ദേശിക്കാം. അവിടെ പറഞ്ഞത് റഹ്മാൻ എന്നാണ്. അവിടെ ഉപയോഗിച്ച് ഈ യുരിദിന റഹ്മാനു ബിദുർരിൻ, ഈ യുരിദിന റഹ്മാനു ബിദുർരിൻ, റഹ്മാനായ അല്ലാഹു ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ, റഹ്മാനാണല്ലോ, അല്ലാഹ് റഹ്മാനാണ്, എല്ലാ പടപ്പുകൾക്കും റഹ്മത്ത് ചെയ്യുന്നവനാണ് അല്ലാഹു. ആ റഹ്മാൻ എങ്ങനെ, അവിടെ സത്യത്തിൽ റഹ്മാൻ എന്ന വാക്കിന് പകരം ജബ്ബാർ എന്നോ, അല്ലേ, സ്വേച്ഛാധിപതി, ഇഷ്ടമുള്ളത് ചെയ്യുന്നവൻ, അല്ലെങ്കിൽ മറ്റുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഈ യുരിദിനിൽ ജബ്ബാറു ബിദുർരിൻ എന്നല്ല പറഞ്ഞത്, ഈ യുരിദിനിൽ ഖഹാറു ബിദുർരിൻ എന്നല്ല പറഞ്ഞത്, ഈ യുരിദിനിൽ റഹ്മാനു ബിദുർരിൻ. അപ്പോൾ അവിടെ സത്യത്തില് ളുർറ് എന്നത് നമുക്ക് ളുറാണെന്ന് തോന്നുകയാണ്, പക്ഷെ അതെന്തല്ല, ളുറല്ല. അപ്പൊ ഈ കുട്ടി മരിച്ചപ്പോൾ, അള്ളാഹ് മരിപ്പിച്ചപ്പോൾ അള്ളാഹു അവരെ ഉപദ്രവിച്ചത് നമുക്ക് തോന്നുകയാണ്, പക്ഷെ അള്ളാഹ് ഉപദ്രവിച്ചതല്ല, അള്ളാഹ് അവർക്ക് ഏറ്റവും വലിയ നിഅമത്താണ് കൊടുത്തത്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റഹ്മാൻ, ഏറ്റവും എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന അല്ലാഹു, റഹ്മാൻ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് കഠിനമായ രോഗം തന്നാൽ അള്ളാഹു എന്നെ ഈ രോഗിയാക്കിയല്ലോ എന്ന് ചിന്തിക്കണ്ട. ആ രോഗം തന്നത് അള്ളാഹു നമുക്കൊരു ഖൈറ് ഉദ്ദേശിച്ചിട്ടായിരിക്കും. അപ്പോൾ രോഗം മാറ്റാൻ വേണ്ടി ദ്വാരക്കണ്ടേ? ദ്വാരക്കണം. രോഗം മാറലാണ് ഖൈറെങ്കിൽ അള്ളാഹ് മാറ്റിത്തരും. അല്ല, രോഗം മാറലല്ല, നമുക്ക് മരണമാണ് ഖൈറെങ്കിൽ അള്ളാഹു നമ്മെ മരിപ്പിക്കും. അപ്പൊ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ചിലപ്പോൾ ദുആക്ക് 3 തരത്തിലാണ് ഉത്തരം കിട്ടുക. ഒന്നുകിൽ ചോദിച്ചത് അതേപോലെ തന്നെ കിട്ടുക, അല്ലെങ്കിൽ ചോദിച്ചത് മറ്റൊരു വഴിക്ക് കിട്ടുക. ഇതാവൂല, വേറെ രൂപത്തിൽ അള്ളാഹ് തരിക. അല്ലേ? പഠിച്ചോനെ എന്നെ ഗൾഫിലേക്ക് എത്തിക്കണേ എന്ന് തോന്നുന്നു. പക്ഷെ അള്ളാഹ് എത്തിച്ചില്ല, വിസയും ശരിയായില്ല, പാസ്പോർട്ടും കിട്ടിയില്ല, ആ കൊളായി. ഇല്ലേ? പോകാൻ കഴിഞ്ഞാൽ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ജോലി അങ്ങനെ. അപ്പൊ എന്തേ?
ഗൾഫിൽ പോയാൽ അവൻ ചെന്ന് അവിടെ ഒരു ആക്സിഡന്റായി മരിക്കണം എന്നാണ് പടച്ചറബിന്റെ തീരുമാനമെങ്കിലോ? അപ്പോൾ അള്ളാഹു തീരുമാനിച്ചത് വേണ്ട, ഇത് ഗൾഫ് പോണ്ട. കാരണം പോയാൽ തീരുമാനം അവിടെ ആക്സിഡന്റായി മരിക്കുന്ന, എന്നിട്ട് മയ്യത്ത് നാട്ടിലേക്ക് വരുന്ന, ചെറുപ്പത്തിലൊക്കെ നീ മരിക്കുന്ന, അത് വേണ്ട, ഇവിടെ നീ കുറെ കാലം ജീവിച്ചോ. നമ്മൾ ചോദിച്ചു ഗൾഫിൽ പോകാൻ, പടച്ചറബ് പറഞ്ഞു വേണ്ട. അപ്പോൾ അള്ളാഹ് നമുക്ക് ഖൈറാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഷർറാവും, നമുക്ക് ഷർറാണെന്ന് തോന്നുന്നത് അത് ഖൈറാവും. അത് റബ്ബിനല്ലേ അറിയൂ. അപ്പൊ ദുആക്ക് ചിലപ്പോൾ നേർക്ക് നേരെ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക്. ഇനി മൂന്നാമത്തതോ, ദുനിയാവിൽ രണ്ട് വഴിക്കും കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ കിട്ടും. അതന്നെ. അപ്പോൾ ഒരു ദുആയും വെറുതെ ആവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. ദുആ കാര്യത്തിൽ നിങ്ങൾ ധൃതി കൂടരുത്. നാലാമത്തെ കാര്യം. അഞ്ചാമത്തത്, അത് ഏറ്റവും പ്രധാനമാണ്. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള തടസ്സം അക്ലുൽ ഹറാം, ഹറാമായ ഭക്ഷണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തിന്നുന്നത് ഹറാമാ, സമ്പത്ത് ഹറാമാ, സ്വത്ത് ഹറാമാ. അല്ലാഹു കാക്കട്ടെ. എത്ര തല മണ്ണിലിട്ട് ഉരുട്ടി ദ്വാർന്നിട്ടും കാര്യമല്ല, അല്ലേ? മുത്തനബി തന്നെ പറഞ്ഞു, മത്അമുഹു ഹറാം മൽബസുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. എങ്ങനെയാണ് ഉത്തരം കിട്ടുക? ഓനിങ്ങനെ ഓന്റെ ദുആ കേട്ടാൽ, ഓന്റെ ദുആ ഇങ്ങനെ കേട്ടാല്, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ ഒരിക്കൽ, പടച്ചോനെ ഞാനാണെങ്കിൽ അപ്പൊ കൊടുക്കും, ഇതെന്താ കൊടുക്കാത്തെന്ന് ചോദിച്ചു. ഓന്റെ ദുആ, ഓന്റെ വർത്താനം, ഓന്റെ ദുആന്റെ വാക്കും ആവശ്യം ഇങ്ങനെ കേട്ട മൂസാ നബി പറ, ഞാനാണെങ്കിൽ ഞാൻ അപ്പൊ കൊടുക്കും, പടച്ചോനെ എന്തേ നീ കൊടുക്കാത്തെന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഓനിങ്ങനെ ആ വർത്താനം പറയാന്നുള്ളൂ, പക്ഷെ ഓന്റെ മനസ്സിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന്. അത് ആ ചോദ്യത്തിന്. ഇത് വേറെ. ഇവനെങ്ങനെ ഇവന്റെ ദുആ കേട്ടാൽ, അവന്റെ വാക്കുകളും അവന്റെ രാത്രി തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഉറക്കൊഴിച്ച് അവന്റെ ദുആ കേട്ടാല്, പക്ഷേ അള്ളാഹ് ഉത്തരം കൊടുക്കൂല. കാരണം എന്തേ? അവന്റെ ഭക്ഷണം ഹറാമാണ്, വസ്ത്രം ഹറാമാണ്, സമ്പത്ത് ഹറാമാണ്. ദുആ തടയപ്പെടാനുള്ള അഞ്ചാമത്തെ കാരണം. 6, തർക്കുൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുങ്കർ. അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുങ്കർ ഒഴിവാക്കുക, നന്മ കൽപ്പിക്ക, തിന്മ വിരോധിക്കുക. നോക്കണേ. ഖാലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ്, മുത്തനബി പറഞ്ഞു, ജനങ്ങളെ, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു പറയുന്നു, മുറൂ ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മകളെ കൊണ്ട് കൽപ്പിക്കണം, വൻഹൗ അനിൽ മുങ്കർ, തിന്മകളെ നിങ്ങൾ തടയണം, വിരോധിക്കണം. ഖബല അൻ തദ്ഊനി, എന്നോട് ദ്വാരക്കുന്നതിന് മുമ്പ് നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിച്ചില്ലെങ്കിൽ, തിന്മ വിരോധിച്ചില്ലെങ്കിൽ, ഫലാ ഉജീബുക്കും, നിങ്ങൾ ദ്വാരന്നാൽ ഞാൻ ഉത്തരം തരൂല. വതസ്തൻസുറൂനി ഫലാ അൻസുറുക്കും, നിങ്ങൾ എന്നോട് സഹായം തേടിയാൽ ഞാൻ സഹായിക്കൂല. വതസ്അലൂനി, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഫലാ ഉഅ്തിക്കും, ഞാൻ നിങ്ങൾക്ക് തരൂല. അല്ലാഹ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ നന്മ കൽപ്പിക്കേണ്ട ആളുകളോട് നന്മ കൽപ്പിച്ചില്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മൾ പറയേണ്ടവരോട്, നമുക്ക് പറയാൻ കിട്ടിയ അവസരത്തിൽ ഒരു നല്ല കാര്യം, നന്മ, അത് നമ്മൾ കൽപ്പിച്ചില്ല. നിസ്കരിക്കാത്തവനെ കണ്ടപ്പാടാ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ല. നമ്മുടെ മക്കളോട്, കുടുംബത്തോട് പോലും നമ്മളിങ്ങനെ നല്ല ആള് മുത്തഖിയായി ജീവിച്ചു, പക്ഷേ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ നന്മ കൽപ്പിക്കേണ്ടത് നന്മ കൽപ്പിച്ചില്ല. തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ തടഞ്ഞില്ല. ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തടയാം, അല്ലേ? കള്ളുകുടിക്കുന്നവരോട് തടയാൻ ശ്രമിച്ചില്ല. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി, നിങ്ങളുടെ ശക്തി കൊണ്ടും അധികാരം കൊണ്ടും തടയാൻ കഴിയോ? തടയണം. അതിന് കഴിയില്ലെങ്കിൽ ഫബിലിസാനി, പറഞ്ഞിട്ട് നാക്ക് കൊണ്ട്, അതിനും കഴിയില്ലെങ്കിൽ ഫബി ഖൽബി, മനസ്സുകൊണ്ടെങ്കിലും, അല്ലേ? അതിന്റെ പല വ്യാഖ്യാനങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനസ്സുകൊണ്ട് തിന്മയെ തടയാന്ന് പറഞ്ഞാല് ദ്വേർക്കെങ്കിലും ചെയ്യാം. പഠിച്ചവനൊന്ന് നന്നാക്ക റബ്ബേ, എന്റെ മകനാണ്, ഞാൻ ഓനെ ചെറുപ്പത്തിൽ അടിച്ചു ശിക്ഷിച്ചു, നന്നായില്ല. പിന്നെ വലുതായപ്പോ കുറെ ഉപദേശിച്ചു, ബുദ്ധി വന്നപ്പോ പറഞ്ഞ് മനസ്സിലാക്കി, എന്നിട്ടോ നന്നായില്ല. പഠിച്ചവനെ നന്നാക്കുക. അള്ളാഹിനോട് ദ്വേർക്കെങ്കിലും ചെയ്യാം. ഇനി വെറുക്കേണ്ട ഘട്ടങ്ങളിൽ വെറുക്കുക. ചിലപ്പോ വെറുത്താല നന്നാവുക, ഓനുണ്ട് അകറ്റി വെറുത്താലാണ് നന്നാവുക. എന്നാൽ അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും രൂപത്തിൽ നന്മ കൊണ്ട് കൽപ്പിക്കാൻ, തിന്മ കൊണ്ട് വിരോധിക്കാൻ മുഅ്മിനീങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ, അത് ചെയ്യാതെ നമ്മുടെ ഉത്തരവാദിത്തം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കാതെ ദ്വയർന്നാൽ ഉത്തരം ചെയ്യൂല എന്ന് പടച്ച റബ്ബ്. 7ാമത്തെ കാര്യം, അദമു റദ്ദിൽ മദാലിമി ഇലൈഹാ, മദ്ലൂമീങ്ങൾക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതിരിക്കുക. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബലഗനി അന്ന ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലികളുടെ ചരിത്രം എനിക്കറിയാം. ഖഹത്തു 7 സിനീൻ,
7 കൊല്ലം ശക്തമായ പട്ടിണിയും വരൾച്ചയും ക്ഷാമവും അവർക്കുണ്ടായി. ക്ഷാമവും പട്ടിണിയും കഠിനമായ 7 കൊല്ലത്തെ പരീക്ഷണം ബനൂ ഇസ്രായേലികൾക്ക്. ഹത്താ അക്കലുൽ മൈത്തത മിനൽ ബസാബിൽ, ഈ ചപ്പ് ചവറുകളും അതേപോലെ വൃത്തികെട്ട ഈ വേസ്റ്റുള്ള കൂനകളിലൊക്കെ പോയിട്ട് ശവങ്ങൾ അവർ തിന്നാൻ തുടങ്ങി. ചത്തുകിടക്കുന്ന ശവങ്ങൾ. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം പട്ടിണിയുടെ ഊക്കുകൊണ്ട്. വാക്കലുൽ അത്ഫാൽ, കുട്ടികളെ പോലും അവർ കൊന്നു തിന്നു. പട്ടിണി കൊണ്ട്, തിന്നാനൊന്നും കിട്ടാത്തത് കൊണ്ട് ശവങ്ങളെ തിന്നിട്ടും പട്ടിണി മാറില്ല. സ്വന്തം കുട്ടികളെ പോലും കൊന്നു തിന്നു. അത്ര വലിയ പട്ടിണി 7 കൊല്ലം ദാരിദ്ര്യം അവർക്ക് കൊടുത്തു. എന്നിട്ടോ വകാനൂ കദാലിക യഖ്റുജൂന ഇലൽ ജിബാൽ, ആ ബനൂ ഇസ്രായേലികൾ ഒരു മലയുടെ മുകളിൽ കയറി എല്ലാവരും കൂടെ വയബ്കൂന വയതദർറൂൻ, അവർ പടച്ച റബ്ബിന്റെ മുന്നിൽ ഇങ്ങനെ കരയാൻ തുടങ്ങി, ദ്വാരക്കാൻ തുടങ്ങി. പടച്ചവനെ, ഞങ്ങളുടെ പട്ടിണി ദാരിദ്ര്യം. ഫൗഹല്ലാഹു ഇലാ നബിയ്യിൻ മിൻ അംബിയായിഹിം, അവരുടെ കൂട്ടത്തിലെ നബിക്ക് അല്ലാഹു വഹയി കൊടുത്തു. ലൗ മശൈതും മിനയ്യ ബി അഖദാമിക്കും, നിങ്ങൾ ഇങ്ങനെ എന്നിലേക്ക് നടന്നു. ആ ബനൂ ഇസ്രായേലികളുടെ പടച്ച റബ്ബ് പറഞ്ഞു, നിങ്ങൾ എന്നിലേക്ക് നടന്നു, മല കയറി നിങ്ങളുടെ കാലൊക്കെ പൊട്ടി. നിങ്ങൾ ഇതിനേക്കാൾ വലിയ മല കയറി നടന്നു വന്നാലും എന്നോട് ദ്വാരക്കാൻ വേണ്ടി കാലൊക്കെ പൊട്ടി വിണ്ടു കീറി നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതിനേക്കാൾ വലിയ മല കയറി നിങ്ങൾ വന്നാലും വൈദീക്കും അനാന സമാ, നിങ്ങളിങ്ങനെ ദ്വാരക്കാൻ വേണ്ടി ആകാശം മുട്ടെ കൈകളൊക്കെ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഉയർത്തിയാലും വതക്കല്ലു അൽസനത്തുക്കും അനി ദുആ, നിങ്ങളിങ്ങനെ എന്തൊക്കെ ദ്വയർന്നാലും, നിങ്ങൾ ദ്വയർന്ന് നിങ്ങളുടെ എന്തൊക്കെ വാക്കുകൾ, നിങ്ങൾ എത്ര ദ്വയർന്ന് ക്ഷീണിച്ച് തളരോളം നിങ്ങൾ ദ്വയർന്നാലും ഫഇന്നീ ലാ ഉജീബു ലക്കും, നിങ്ങളുടെ ദുആക്ക് ഉത്തരം ചെയ്യൂല. വലാ അർഹമു ലക്കും ബാക്കിയ, നിങ്ങൾ എത്ര കരഞ്ഞാലും ഞാനൊരു കരുണയും നിങ്ങളോട് ചെയ്യൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഹത്താ തറുദ്ദുൽ മലാലിമ ഇലാ അഹ്ലിഹാ, നിങ്ങൾ ആക്രമിച്ച ആളുകളുണ്ട്, നിങ്ങൾ പിടിച്ചു പറിച്ചത്, നിങ്ങളെ അടക്കി വെച്ചത്, മറ്റുള്ളവർക്ക് കിട്ടേണ്ട സ്വത്തും മുതലും ഹക്കും നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവകാശികൾക്ക് കിട്ടേണ്ട സ്വത്തും മുതലും നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പിടിച്ചു പറി നടത്തിയതുണ്ട്, നിങ്ങൾ ചതിച്ചതുണ്ട്, വഞ്ചിച്ചതുണ്ട്. അത് കിട്ടേണ്ട അഹ്ലുകാർക്ക് തിരിച്ചു കൊടുക്കാതെ നിങ്ങൾ ഉപദ്രവിച്ചവരുണ്ട്, അടിമകളുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്. നിങ്ങളെ അടിച്ചും പീഡിപ്പിച്ചും കഷ്ടപ്പെടുത്തിയും വിഷമിപ്പിച്ച പാവങ്ങള്, അടിമകള്, അവരുടെ പൊരുത്തം വാങ്ങാതെ, നിങ്ങൾ വാക്കുകൊണ്ട് ഉപദ്രവിച്ച ആളുകള് അവരുടെ പൊരുത്തം വാങ്ങാതെ, റദ്ദുൽ മലാലിമില്ലാതെ നിങ്ങൾ കരഞ്ഞങ്ങട്ട് തളരാന്നല്ലാതെ, നിങ്ങൾ കൈ ഉയർത്തി ആകാശം മുട്ടിയാൽ ഏത് മല കയറി വന്നാലും ഇല്ല, ഞാൻ നിങ്ങളുടെ ദുആക്ക് ഉത്തരം ചെയ്യൂല എന്ന് ബനൂ ഇസ്രായേലികളോട് പടച്ച റബ്ബ് വഹയി കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് റദ്ദുൽ മലാലിമ് അതൊക്കെയാണ് നമ്മളിങ്ങനെ നമ്മുടെ മറ്റുള്ളവരുടെ ഹക്കുണ്ട്, മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഇതൊക്കെ മാറാപ്പ് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. അല്ലാഹു ദുആ സ്വീകരിക്കുവോ? ഇതൊക്കെ ദുആ തടയപ്പെടാൻ കാരണമാണ് എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകള് ബസ്രയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടി. എന്നിട്ട് അവർ ചോദിച്ചു മഹാനവറുകളെ, ബഹുമാനപ്പെട്ട ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു മഹാനവറുടെ ബസ്രയിലൂടെ അങ്ങനെ പോകുമ്പോ, ബസ്രയിലൂടെ ഇബ്രാഹിമിനും അദ്ദേഹം പോകുന്നുണ്ട്, നമ്മുടെ നാട്ടില് ഇബ്രാഹിമിനും അദ്ദേഹം റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ ജനങ്ങളൊക്കെ കൂടി. അങ്ങനെ അവര് പറഞ്ഞു, മഹാനവറുകളെ മാ ബാലുന നദഉ, ഞങ്ങള് ദ്വാരക്കണുണ്ട്, ഫലാ യുസ്തജാബു ലനാ, പക്ഷെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദ്വാരന്നോ ഞാൻ ഉത്തരം ചെയ്യാം. ഞങ്ങൾ ദ്വാരക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, യാ അഹ്ലൽ ബസറ, ബസറക്കാരെ, ഖദ് മാതത് ഖുലൂബുക്കും ബിഅശ്റതി അശ്യാ, 10 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ കൽബുകൾ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫകൈഫ യുസ്തജാബു ലക്കും, പിന്നെ മരിച്ച കൽബുകളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുകയാണ്,
പിന്നെ എങ്ങനെയാണ് ഉത്തരം കിട്ടുക? 10 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഖൽബുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഒന്ന്, അറഫ്തുമുല്ലാഹ വലം തുഅദ്ദൂ ഹഖ്ഖഹു. നിങ്ങൾ അള്ളാനെ അറിഞ്ഞവരാണ്, പക്ഷെ അള്ളാനോടുള്ള ഹക്ക് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ കാര്യത്തിന് തുയർന്നാ പോരല്ലോ. നിങ്ങൾ അള്ളാനെ അറിഞ്ഞു എന്ന് പറയാ, എന്നിട്ടോ വലം തുഅദ്ദൂ ഹഖ്ഖഹു, അള്ളാനോടുള്ള ഹക്ക് നിങ്ങൾ നിറവേറ്റണില്ല. നിസ്കാരം നിങ്ങൾ ഖളാക്കുന്നു, നോമ്പ് ഖളാക്കുന്നു, അള്ളാനോടുള്ള ബാധ്യത ഹക്കുകൾ നിങ്ങൾ വീട്ടുന്നില്ല. പിന്നെയോ രണ്ടാമത്തത് ഖറഅതുമുൽ ഖുർആൻ, നിങ്ങൾ ഖുർആനൊക്കെ അങ്ങനെ ഓതുന്നുണ്ട്, പക്ഷേ വലം തഅമലു ബിഹി, ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യുന്നില്ല. ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ ഓതുന്നു. 3, ഇദ്ദഅതും ഹുബ്ബർ റസൂൽ, നിങ്ങൾ മുത്തനബിയെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ വാദിക്കുന്നു, പറയുന്നു, പക്ഷേ വതറക്തും സുന്നത്തോ, മുത്തനബിയുടെ സുന്നത്ത് നിങ്ങൾ പാലിക്കുന്നുണ്ടോ? നിങ്ങൾ മുത്തനബിയുടെ ആളുകളാ, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരെന്ന് ഇങ്ങനെ പറയാ, പക്ഷേ നിങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഉപേക്ഷിക്കുക. 4, ഇദ്ദഅതും അദാവത്ത് ശൈത്താൻ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ വാദിക്കുന്നു, എന്നിട്ട് വാതഅതുമുഹു, നിങ്ങൾ ശൈത്താന് വഴിപ്പെടുന്നു. ശൈത്താന് വഴിപ്പെട്ട് കള്ളുകുടി, വ്യഭിചാരം, തമ്മാടിത്തരൊക്കെ ചെയ്യുന്നു, നിങ്ങൾ പറയാ ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. 5, ഇദ്ദഅതും ദുഖൂലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ പറയാ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം എന്ന് പറയാ, പ്രവേശിക്കും, അതിനുവേണ്ടി ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു നിങ്ങൾ ഉറപ്പിക്കുക, പക്ഷേ വലം തഅമലു ലഹാ, സ്വർഗ്ഗത്തിൽ കടക്കാൻ നിങ്ങൾ അമൽ ചെയ്യുന്നില്ല. ഇദ്ദഅതും അന്നജാത മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വാദിക്കുന്നു. എന്നാലോ വറമൈതും ഫീഹാ അൻഫുസകും, നിങ്ങൾ തന്നെ സ്വയം നരകത്തിൽ പോയി ചാടുക, നിങ്ങളെ തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയാ. 7, ഖുൽതും അൽ മൗതു ഹഖ്, മരണം ഹഖാണ് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ വലം തസ്തഇദ്ദു ലഹു, ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല. മരണം മരിക്കും ഉറപ്പല്ലേ, മരണം ഉറപ്പല്ലേ നിങ്ങൾ പറയുന്നുണ്ട്, മരണം സത്യമല്ലേ, പക്ഷേ ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല. ഇസ്തഗൽതും ബിഉയൂബിൻ നാസ്, ജനങ്ങളുടെ അയ്ബുകളിൽ നിങ്ങൾ ശുഗല, അവനങ്ങനെ, ഓനിങ്ങനെ, ഓളിങ്ങനെ, അവന്റെ കുറ്റവും കുറവും അയ്ബും നോക്കാൻ അതിൽ നിങ്ങൾ വ്യാപൃതരാണ്. ഇസ്തഗൽതും ബിഉയൂബിൻ നാസ് വതറക്തും ഉയൂബക്കും, നിങ്ങളുടെ അയ്ബുകൾ, നിങ്ങളുടെ കുറ്റങ്ങൾ, കുറവുകൾ നിങ്ങൾ ഉപേക്ഷിച്ചു, അത് നിങ്ങൾ കണ്ടെത്തിയില്ല. 9, ദഫൻതുമുൽ അംവാത്, മരിച്ചവരെ നിങ്ങൾ ഖബറടക്കി. വലം തഅ്തബിറു, പക്ഷേ നിങ്ങൾ പാഠം പഠിച്ചില്ല. അല്ലേ? ഇന്നലെ നമ്മൾ ഒരു മയ്യത്ത്, ഇവിടെ മയ്യത്ത് നിസ്കരിച്ചു, ഖബറടക്കി. മിനിഞ്ഞാന്ന് ഒരു മയ്യത്ത് നിസ്കരിച്ചു, ഖബറടക്കി. നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നു, ഖബറടക്കത്തിൽ പങ്കെടുക്കുന്നു, പിടിമണ്ണ് വാരിയിടുന്നു. നിങ്ങൾ മരിച്ചവരെ ഖബറടക്കം ചെയ്യുന്നു, പക്ഷേ വലം തഅ്തബിറു, അതിൽ നിന്നൊന്നും നിങ്ങൾ പാഠം പഠിച്ചില്ല. അക്കൽത്തും നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ ഭക്ഷിക്കുന്നു. 10ാമത്തെ കാര്യം വലം തശ്കുറു അലൈഹ, നിങ്ങൾ പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്തില്ല. ഇങ്ങനെ ഈ 10 കാര്യങ്ങൾ കാരണം നിങ്ങളുടെ ഖൽബ് മരിച്ചിട്ടുണ്ട്. ആ മരിച്ച ഖൽബ് കൊണ്ടാണ് നിങ്ങൾ ദ്വാരക്കുന്നത്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് ദുആക്ക് ഉത്തരം ചെയ്യാത്തത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മഅരിഫത്ത്, പടച്ച റബ്ബിനെ അറിയുക എന്നത്, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നത്, പടച്ച റബ്ബിന്റെ റബ്ബ് എന്ന അനുഭവം നമുക്കുണ്ടാവുക എന്നത്, നമ്മുടെ ഈമാൻ അങ്ങനെ വർദ്ധിക്കുമ്പോൾ, അല്ലേ, കുറെ കേൾക്കുമ്പോ, കുറെ അറിയുമ്പോ, കുറെ അമൽ ചെയ്യുമ്പോ, കുറെ ദുആ ചെയ്യുമ്പോ അതങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാന്റെ മഅരിഫത്ത് അത് ഒറ്റ അടിക്ക് ഒരു ദിവസം പോയാൽ കിട്ടുന്നതല്ല. അതിനൊരു വളർച്ച ഉണ്ടാവണം. ഒരു തരിമ്പെങ്കിലും മഅരിഫത്തുണ്ടെങ്കിൽ അതങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കണം, അതങ്ങനെ വളരണം. നല്ല വളർച്ചയുള്ള ഘട്ടത്തിൽ നമുക്ക് ഈ ദുനിയാവിനോട് യാത്ര പറയാനും കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബിന്റെ മഅരിഫത്തിലൂടെ അല്ലാഹനെ ഹഖായ രൂപത്തിൽ അറിഞ്ഞ് അല്ലാഹന്റെ ആ ലിഖായിലേക്ക് എത്തുന്ന സൗഭാഗ്യവാന്മാരിൽ പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലുകാരനായ സൗദിയിൽ പിന്നെ കച്ചവടവും മറ്റുമൊക്കെയായി കഴിയുന്ന, എല്ലാ വർഷവും നമ്മുടെ പള്ളിയെയും ദർസിനെയും ഒക്കെ സഹായിക്കുന്ന പ്രിയപ്പെട്ട ഫാറൂഖ്, പുലാശ്ശേരിയിലെ കണ്ടാരുതൊടി ഫാറൂഖ്, അദ്ദേഹം 5 കുട്ടികളുടെ മുഴുവൻ ചെലവ്, ഒരു കുട്ടിക്ക് 20,000 രൂപ എന്ന് പറഞ്ഞാൽ 5 കുട്ടികൾക്ക് 1,00,000 രൂപ
അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ വർഷവും അദ്ദേഹം 5 കുട്ടികളുടെ മുഴുവൻ ചെലവ് ഏറ്റെടുത്തിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സുഹൃത്തിന്റെ കച്ചവടങ്ങളിലൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ എല്ലാ ദിവസവും ദുആ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ബർക്കത്ത് അവർക്കൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒക്കെ ഫാറൂഖ് അങ്ങനെ നമ്മെ സഹായിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് വസ്ത്രത്തിന് വേണ്ടിയും അതേപോലെ കുട്ടികളെ ദത്തെടുത്തത് കൊണ്ടൊക്കെ. അപ്പോൾ അവര് പറയാറുണ്ട്, അദ്ദേഹം വിളിച്ചു പറയാറുണ്ട്, അൽഹംദുലില്ലാ കച്ചവടത്തിലൊക്കെ ബർക്കത്തുണ്ട്, റാഹത്തുണ്ട്, സന്തോഷമുണ്ട് എന്ന്. അതൊക്കെ അനുഭവങ്ങളാണ്. ഇതാണല്ലോ ഒരു ഉറപ്പ്. ഇതിലൊക്കെ ഒരു ഉറപ്പ് കിട്ടുമ്പോ നമ്മൾ അങ്ങനെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കൊടുക്കുന്ന ആളുകൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇപ്പൊ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞത് കുട്ടികളെ ദത്തെടുത്തവരും അതേപോലെ പല കാര്യങ്ങളിലേക്ക് സഹായിച്ചവരൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തവർ തന്നെയാണ്. കാരണം അവർ ചെയ്യുമ്പോൾ അതിന്റെ ബർക്കത്ത് അവർ കാണുന്നുണ്ട്. അതിൽ സമ്പത്തിലുള്ള ഉയർച്ചയും അവർക്ക് അതിന്റെ ഗുണം കിട്ടുന്നതുമൊക്കെ അവർ അറിയുന്നു, അനുഭവിക്കുന്നു. അതുകൊണ്ട് അവർ പിന്നെയും ചെയ്യുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മിനിഞ്ഞാന്നും ഇന്നലെയും ഒക്കെ പറഞ്ഞ ആളുകൾ അവർക്കൊക്കെ എല്ലാ ഖൈറും ബർക്കത്തും അവരുടെ സമ്പത്തിലും അവരുടെ മക്കളിലും കുടുംബത്തിലും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസലാക്കി കൊടുക്കട്ടെ. അവര് മരിച്ചുപോയവരെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ടു പോയ ഖബറാളികൾക്ക് ആ വലിയ സദഖയുടെ സവാബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഏറ്റവും വലിയ സദഖയാണ് ഇൽമിന്റെ മാർഗത്തിലുള്ള സദഖ. അൽഹംദുലില്ലാ. നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് ഒരു ആലിമുണ്ടായാൽ എത്ര വലിയ ഫضലാണ്. അൽഹംദുലില്ലാ. ഇതേപോലെ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ 4 കുട്ടികൾ ഈ റമദാൻ കഴിഞ്ഞാൽ കോളേജിലേക്ക് പോവുകയാണ്. അവർ 2 വർഷം ജാമിയയിൽ പഠിച്ച് ഇൻഷാ അല്ലാഹ് ഫൈലിമാരായി പുറത്തു വരും. അല്ലാഹു അവർക്ക് അതിനുള്ള ദീർഘായുസ്സും ആഫിയത്തും ഇൽമിനുള്ള ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. തുടർന്ന് നമ്മുടെ കുട്ടികളൊക്കെ ആലിമീങ്ങളായി വരുമ്പോൾ അൽഹംദുലില്ലാ ഈ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഒരു ഫضല്, അവർ സമ്പത്ത് കൊടുത്ത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ച അൽഹംദുലില്ലാ അവർക്കും നമുക്കും ഏറ്റവും വലിയ സവാബ് അതുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ പല രൂപത്തിൽ നിങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ചെറുതോ വലുതോ ആയ സംഭാവനകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നവരാ. കിതാബ് വാങ്ങാൻ, കുട്ടികൾക്ക് കിതാബ് വാങ്ങാൻ, അതേപോലെ വസ്ത്രം വാങ്ങാൻ, അതിനൊക്കെ സഹായിച്ച ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ വർഷവും അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി. അതേപോലെ പണിക്ക് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നവര് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്ത് നമുക്കൊക്കെ വേണ്ടി ഏറ്റവും പ്രധാനം നമ്മൾ ഈ വലിയ സദസ്സിലെ മണിക്കൂറുകൾ കാത്തിരുന്ന് ഇവിടെ പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കുന്ന നമുക്കൊക്കെ വേണ്ടിയുള്ള ദുആ. നമ്മൾ ഒരു റാഹത്തുള്ള ഇത് വലിയൊരു സന്തോഷമാണ്. ഒരു കുടുംബമായി നമ്മൾ ഈ കുടുംബത്തിലെ അംഗങ്ങളായി നമ്മളെല്ലാ ദിവസവും മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ആളുകൾ മുടങ്ങാതെ വരുന്ന ആളുകളാ. അള്ളാഹു നമ്മുടെ നടത്തവും നമ്മുടെ യാത്രയും ഇവിടുത്തെ ഓരോ സെക്കൻഡും മണിക്കൂറുകളും പടച്ച റബ്ബ് കബൂൽ ചെയ്യട്ടെ.